ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. 4 വാക്യം കൂടെ വായിച്ചാട്ടെ. സ്തോത്രം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. 3 വാക്യം. സ്തോത്രം. ശബ്ദമുയർത്തുമോ? നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. ഞാൻ എല്ലാവരും വീട്ടിൽ പറയുന്ന ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. ഞാൻ കുറച്ചുകൂടെ ഹല്ലേലൂയ. കള്ളം പറയാത്തവർക്കായി സ്തോത്രം. ഒരിക്കൽ കൂടെ വീട്ടിൽ പറയുന്ന ഓർമ്മയിൽ പറഞ്ഞാട്ടെ. ഞാൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ കൂടെ. ഞാൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അടുത്തിരിക്കുന്ന 3 പേരെ നോക്കി പറഞ്ഞാട്ടെ. മറവിടമായി എനിക്ക് യേശുവുണ്ട്. മറവിടമായി എനിക്ക് യേശുവുണ്ട്. ആരും പാടല്ല. മറവിടമായി എനിക്ക് യേശുവുണ്ട്. ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. മറവിടമായി നമുക്ക് യേശു ഉണ്ട്. മറവിടമായി സ്തോത്രം നമുക്ക് യേശുവുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്തോത്രം സെക്യൂർ ആയിട്ടുള്ള പ്ലേസ്, ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ പാർലമെന്റ് ഹൗസസ് അല്ല. ലോകചരിത്രം നിങ്ങൾ നോക്കുമ്പോൾ പല രാജ്യങ്ങളുടെ പാർലമെന്റ് മന്ദിരങ്ങളിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പ്രധാനമന്ത്രികളുടെ വസതികളിൽ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വസതികൾക്ക് സമീപത്ത് സായുധരായ പലരെ സുരക്ഷാ ഭടന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈവൻ അമേരിക്കൻ വൈറ്റ് ഹൗസിൽ പോലും സ്തോത്രം അതെ അറിയാതെ ചില വർഷങ്ങൾക്ക് മുമ്പ് അപരിചിതരായ ചിലർ കടന്നുകൂടിയിട്ടുണ്ട്. പഴുതുകൾ അടച്ച് സുരക്ഷ ഉറപ്പാക്കുവാൻ കോടാനുകോടി ഡോളറുകൾ, സ്തോത്രം കോടിക്കണക്കിന് രൂപ ലോക രാജ്യങ്ങളും രാഷ്ട്ര തലവന്മാരും ചെലവഴിക്കുന്നുണ്ട് അവിടെ സുരക്ഷിതത്വത്തിന് വേണ്ടി. എന്നാൽ ഈ ലോകം പലർക്കും അരക്ഷിതമാണ്, സുരക്ഷിതം അല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത്, നിനക്ക് ഒരു സുരക്ഷിത സ്ഥലം ഉണ്ട്. അത് ഏതോ ബ്ലാക്ക് കാറ്റ്സോ വൈറ്റ് പോലീസോ അല്ല, പകരം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ. അവരാണ് ഏറ്റവും ഭൂമിയിൽ സുരക്ഷിതരായിട്ടുള്ള വ്യക്തികൾ. എത്ര സന്തോഷമുണ്ട്. അങ്ങോട്ട് പട്ടാളമോ അപ്പുറത്തെ പോലീസോ അല്ല നിന്നെ സംരക്ഷിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി ഇന്നലകളിലും ഇന്നും തീർന്നില്ല, നാളെയും നിന്നെ സംരക്ഷിച്ച് വഴി നടത്തുന്നു. നിന്നെ മറക്കേണ്ടടുത്ത് മറച്ചു സൂക്ഷിക്കുന്നത് മനുഷ്യൻ അല്ല, സർവശക്തനായ ദൈവമത്രേ. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ നിഴലിൽ മറയ്ക്കുന്നത് പോലെ വ്യക്തിപരമായി, കുടുംബമായി, സ്തോത്രം സഭയായി ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും മറച്ച് സൂക്ഷിക്കുവാൻ സ്തോത്രം ദൈവം അതെ ശക്തനാണ്. ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ നാം മറഞ്ഞിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നിങ്ങൾ സ്തോത്രം മനസ്സിലാക്കേണ്ടതായ സത്യം എന്ന് പറയുന്നത്, ഭൂമിയിൽ ആർക്കൊക്കെയോ തട്ടിക്കളിക്കുന്നതായ ഒരു കാൽപന്ത് പോലെ, ഫുട്ബോൾ പോലെ ദൈവം നിങ്ങളെ ഇട്ട് കളഞ്ഞിട്ടേ ഇല്ല. കാരണം ഭൂമിയിൽ നിങ്ങൾ ആയിരിക്കുന്നത് 1 പത്രോസ് 2:8-9 പറയുന്നു, സ്തോത്രം നിങ്ങൾ ഒരു ജാതിയും ശ്രേഷ്ഠ ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം വേദപുസ്തകം പറയുന്നു, രാജകീയ പുരോഹിത വർഗം. ഭൂമിയിൽ നിങ്ങൾ ആരായിരിക്കുന്നു? റോയൽ പ്രീസ്റ്റ്ഹുഡ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ മലയാളത്തിൽ. രാജകീയ പുരോഹിത വർഗം. ഒരിക്കൽ കൂടെ, രാജകീയ പുരോഹിത വർഗം. സ്തോത്രം അതെ തുറന്നു കിടക്കുന്നതായ ഒരു വയലല്ല നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളെ ദൈവം ചന്തയിലല്ല നിർത്തിയിരിക്കുന്നത്, ദൈവം നിങ്ങളെ മൈതാനത്തല്ല നിർത്തിയിരിക്കുന്നത്. കെട്ടി അടച്ച തോട്ടമായി സംരക്ഷിക്കുന്നവനായ കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ഭൂമിയിൽ സ്തോത്രം അതെ ശ്രേഷ്ഠ മഹാപുരോഹിത വർഗമായിട്ടാണ്. അതൊരു പൊസിഷനെയാണ് കാണിക്കുന്നത്, അതൊരു പദവിയാണ് കാണിക്കുന്നത്. അതൊരു ഇൻസെക്യൂർ പ്ലേസ് അല്ല, പകരം അതൊരു സെക്യൂർ
സെക്യൂർഡ് പ്ലേസ് ആണ്, അതൊരു സുരക്ഷിതമായ സ്ഥലത്താണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം. ഞാൻ വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങളെ തകർക്കുവാൻ ദുരാത്മാക്കൾ പാളയമിറങ്ങിയപ്പോൾ, മരണദൂതന്മാർ നിന്റെ കോമ്പൗണ്ടിൽ തള്ളിക്കയറുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, നീ ഉറങ്ങിയപ്പോഴും ഉറങ്ങാതെ വണ്ണം സംരക്ഷിച്ച കർത്താവ് നിനക്കായി ജീവിക്കുന്നു. വിട്ടുകൊടുക്കാതെ വണ്ണം നിന്നെ വഴി നടത്തിയവനായ ദൈവം ജീവിക്കുന്നു. മറക്കരുത്, നിങ്ങൾ യു ആർ റോയൽ പ്രീസ്റ്റ്ഹുഡ്. നിങ്ങൾ ശ്രേഷ്ഠ സ്തോത്രം. അതെ റോയൽ പ്രീസ്റ്റ്ഹുഡ് മലയാളത്തിൽ പറഞ്ഞാൽ സ്തോത്രം എന്താണ്? രാജകീയ പുരോഹിത വർഗമാണ്. ഹേ, രാജാക്കന്മാരാണ്, പുരോഹിതന്മാരാണ്. രാജാക്കന്മാരാണ്, പുരോഹിതന്മാരാണ്. ശ്രദ്ധിക്ക്, പുരോഹിതന്മാരുടെ ജോലി എന്താണ്? ദേ ആർ മിനിസ്ട്രിങ് ടു ദ ലോർഡ്. പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിക്കുന്നു, അഥവാ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പുരോഹിതൻ മുട്ടിന്മേൽ നിൽക്കുന്നു എന്ന് തിരിച്ചറിയുക. പുരോഹിതൻ മനുഷ്യന്റെ മുൻപിലല്ല, പ്രശ്നങ്ങളുടെ മുൻപിലല്ല. പുരോഹിതൻ ദൈവത്തിന്റെ മുൻപിൽ മുട്ടിന്മേൽ നിൽക്കുന്നു. ദൈവത്തിന് മുൻപിൽ പുരോഹിതൻ മുട്ടിന്മേൽ നിൽക്കുന്നു. ജി സുന്ദരം എന്ന് പേരുള്ളതായ ദൈവത്തിന്റെ ദാസൻ സ്തോത്രം മെഗാ ചർച്ചസിന്റെ ഫാദറാണ്. ഇന്ത്യയിലെ മെഗാ ചർച്ചസിന്റെ ഫാദറാണ് ജി സുന്ദരം. ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് 40 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളപ്പൊക്കമുണ്ടായാൽ സ്തോത്രം മുട്ടിനും കാൽ വെള്ളയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ കാൽപാദത്തിന് മുകളിൽ ആൾക്കാർ വസ്ത്രം ധരിക്കുന്നതായിരുന്നു അന്നത്തെ ഫാഷൻ. പാസ്റ്റർ ജി സുന്ദരത്തിന്റെ അടുക്കലേക്ക് ചെന്നൈ വെപ്പേരിയിലാണ് തൻ്റെ സഭ അപ്പോസ്തലിക് ക്രിസ്ത്യൻ അസംബ്ലി എന്നറിയപ്പെടുന്നതായ ചർച്ചിലേക്ക് ആരെങ്കിലും കയറിപ്പോയി പാസ്റ്റർ ജി സുന്ദരത്തിന്റെ മുൻപിൽ സ്തോത്രം സ്തോത്രമയ്യ സ്തോത്രം പാസ്റ്റർ എന്ന് പറഞ്ഞാൽ, അതേ ആ പാസ്റ്റർ മുഖത്ത് നോക്കി സ്തോത്രം പറഞ്ഞിട്ട് ഉടനെ അദ്ദേഹം നോക്കുന്നത് പാദത്തിൽ ആയിരിക്കും. കാല് വാരാനല്ല അദ്ദേഹം വിശ്വാസികളുടെ പാദത്തിൽ നോക്കുന്നത്. അർത്ഥം എത്രത്തോളം നിന്റെ കാലിൽ പ്രാർത്ഥനയുടെ തഴമ്പുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് സ്തോത്രം പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് 10ാം ക്ലാസ് സ്തോത്രം പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ മുട്ടുമടക്കാൻ മറന്നു പോകുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് തലമുറയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പറയട്ടെ, ഇരുന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, കിടന്ന് അല്ല പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കൽ കൂടെ, ഇരുന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, സ്തോത്രം കിടന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. യേശു കർത്താവ് പോലും പ്രാർത്ഥിച്ചത് മുട്ടുകളെ മടക്കി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ, കമാൻ ഹല്ലേലൂയ, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ, ബാക്ക് ടു ബൈബിൾ വേദപുസ്തകത്തിലേക്ക് മടങ്ങിയാട്ടെ, ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. അതാണ് പുരോഹിതന്റെ ശുശ്രൂഷ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. കാരണം ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കുന്നവൻ മനുഷ്യന്റെ മുൻപിലും പ്രശ്നത്തിന് മുൻപിലും സാത്താന്റെ മുൻപിലും ഒരിക്കലും മുട്ടുമടക്കേണ്ട ഗതികേട് ഒരിക്കലും ഉണ്ടാകുകയില്ല. അനുഭവിച്ചവരാണ് എന്നെ കേൾക്കുന്നത്. ആമേൻ. ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കുന്നവർ സ്തോത്രം ലോകത്തിന് മുൻപിൽ മുട്ടുമടക്കേണ്ട അവസ്ഥ ഒരിക്കലും വരികയില്ല. അതാണ് പുരോഹിതൻ. സ്തോത്രം. അതേ രാജകീയ പുരോഹിത വർഗം. പുരോഹിതൻ സ്തോത്രം മുട്ടുകളെ മടക്കുമ്പോൾ രാജാവാണല്ലോ രാജകീയ പുരോഹിത വർഗം. രാജാവ് എവിടെയിരിക്കുന്നു? അവൻ സിംഹാസനത്തിലിരിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ രാജദണ്ഡ് പിടിച്ച് അധികാരത്തോടെ ഇരിക്കുന്നു. രണ്ടും കമ്പൈൻ ചെയ്താട്ടെ. രാജകീയ പുരോഹിത വർഗം അർത്ഥം പ്രാർത്ഥിക്കുന്നവന് മാത്രമേ അധികാരം കൈകാര്യം ചെയ്യാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ എന്താ ചെയ്യത്തുള്ളൂ? അധികാരം കൈകാര്യം ചെയ്യത്തുള്ളൂ. മുട്ടിന്മേൽ നിൽക്കുന്നവനാണ് സിംഹാസനത്തിൽ ഇരുന്ന് ചെങ്കോൽ പിടിക്കുന്നവൻ. തിരുവനന്തപുരം പട്ടണത്തിൽ സ്തോത്രം ദൈവത്തിന്റെ അധികാരം കൈകാര്യം ചെയ്യുന്നവൻ മൈക്കും പിടിച്ച് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴല്ല, തിരുമുൻപിൽ ദൈവത്തിന് മുൻപിൽ മുട്ടുകളെ മടക്കുമ്പോഴത്രേ. ഹല്ലേലൂയ. സ്തോത്രം. വേദപുസ്തകം പറയുന്നു, ദൈവം നിങ്ങളെ മറച്ച് ഒരു സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പുതിയ നിയമ സഭയെക്കുറിച്ച് 3 കാര്യം കർത്താവ് പറയുകയാണ്. 3 കാര്യങ്ങൾ സ്തോത്രം ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5 മുതൽ അതിക്രമങ്ങൾ ഭരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. നമ്പർ 1, ജീവിപ്പിച്ചു. ആരേലും പറഞ്ഞാട്ടെ, ജീവിപ്പിച്ചു. സ്തോത്രം. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. 7-ാം വാക്യം, ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എല്ലാവരും പറഞ്ഞാട്ടെ, ഉയർത്തെഴുന്നേൽപ്പിച്ചു. 3-ാമത് ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ഉയർത്തെഴുന്നേൽപ്പിച്ചു.
യെസ്, ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്ത ഭാഗം സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ക്രിസ്തു യേശുവിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. 3 പദങ്ങളാണ്. 1 ജീവിപ്പിച്ചു, 2 ഉയർത്തെഴുന്നേൽപ്പിച്ചു, 3 ഇരുത്തിയിരിക്കുന്നു. എവിടെ? സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ഹേ, ഇന്ന് പകൽ ഈ പ്ലാസ്റ്റിക് ചെയറിലല്ല നിങ്ങൾ ഇരിക്കുന്നത്. ഇന്ന് പകൽ ആ ഭവനത്തിലിരുന്ന് ശ്രദ്ധിക്കുന്നവർ ആ സോഫയിലല്ല ഇരിക്കുന്നത്. നിങ്ങളുടെ പുറത്തെ മനുഷ്യൻ, നിങ്ങളുടെ ശരീരം ഈ കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവ് സ്വർഗ സ്ഥലങ്ങളിൽ ദൈവം ഇരുത്തിയിരിക്കുന്നു. സ്വർഗ സ്ഥലങ്ങളിൽ ദൈവം നിന്നെ ഇരുത്തിയിരിക്കുമ്പോൾ ആ പട്ടണത്തിന്റെ ദേശാധിപതി നിങ്ങളുടെ കാൽ കീഴിലാണ്. ആ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ നിങ്ങളുടെ കാൽ കീഴിലാണ്. ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അതെ, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ശത്രുവിനാൽ തകർക്കപ്പെടുന്നവരല്ല, പകരം ഇന്നും എന്നും എപ്പോഴും എവിടെയും ശത്രുവിനെ ജയിക്കുന്നവരാണ്. ജീവിപ്പിച്ചിരിക്കുന്നു, സ്തോത്രം ഉയർപ്പിച്ചിരിക്കുന്നു, ഇരുത്തിയിരിക്കുന്നു. എവിടെ? ദൈവത്തിൽ. ദൈവം നമ്മെ മറച്ച് ഇരുത്തിയിരിക്കുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, മറവിടമായി എനിക്ക് യേശുവുണ്ട്. പറഞ്ഞേ, മറവിടമായി എനിക്ക് യേശുവുണ്ട്. ക്രിസ്തുവിൽ നിങ്ങൾ മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 6 പ്രത്യേക അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ 6 പ്രത്യേക നന്മകൾ മറഞ്ഞിരിക്കുന്ന ഒരു കുടുംബത്തിന്, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവപൈതലിന് സിദ്ധിക്കുന്നു. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവൻ ലോകത്തിൽ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നവനല്ല. 24 മണിക്കൂറും ഫേസ്ബുക്കിൽ ഓൺലൈനും വാട്സപ്പിൽ ഓൺലൈനായി കിടക്കുന്ന പിന്മാറ്റക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പകരം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവന് കുറഞ്ഞത് 6 നന്മകൾ ദൈവത്തിന്റെ കൃപയാൽ സംഭവിക്കുന്നു. എന്താ ഈ മറവിടത്തിന്റെ പ്രത്യേകത? സ്തോത്രം. ദൈവത്തിൽ മറഞ്ഞിരിക്കുവാൻ നമ്പർ 1 ഒന്നാമതായി that talks about the prayer chamber. അതൊരു പ്രാർത്ഥന അറയെക്കുറിച്ചാണ് പറയുന്നത്. അത് പ്രാർത്ഥന അറയെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. അതെ, പ്രാസംഗന്മാരുടെ പ്രഭു എന്നറിയപ്പെടുന്ന C.H. സ്പർജൻ ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഡിക്ഷണറികളിൽ ഞാൻ കണ്ടു. അതുപോലെ സ്തോത്രം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഏടുകളിൽ ഞാൻ കണ്ടു. C.H. സ്പർജൻ പറയുന്നത് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ സ്തോത്രം അവൻ പ്രാർത്ഥിച്ച് കർത്താവിൽ മറഞ്ഞിരിക്കുന്നു. വളരെ പ്രസിദ്ധമായ വാക്യം പറയട്ടെ. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 91-ാം സങ്കീർത്തനം 1-ാം വാക്യം തന്നെയാണ്. അറിയാവുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. 91-ാം സങ്കീർത്തനം 1-ാം വാക്യം. കൈ ഉയർത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ശുശ്രൂഷ തുടരട്ടെ. സ്തോത്രം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. 91-ാം സങ്കീർത്തനം 1-ാം വാക്യം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. കേട്ടില്ല? ഒരിക്കൽ കൂടെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. എക്സാക്ട്ലി അത് തന്നെയാണ് ദൈവത്തിൽ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ. അത്യുന്നതൻ. തിരുവനന്തപുരത്ത് ഉന്നതന്മാരുണ്ട്, ഡൽഹിയിൽ ഉന്നതന്മാരുണ്ട്. എന്നാൽ വേദ പുസ്തകം പറയുന്നു, സഭാപ്രസംഗി 5-ാം അധ്യായം 8-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ഉന്നതന്മാർക്ക് മീതെ ഒരു അത്യുന്നതൻ സ്വർഗത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. ഉന്നതന്മാർക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല? സ്തോത്രം. അതെ, തിരുവനന്തപുരത്ത് ഉന്നതന്മാരുണ്ട്, എന്നാൽ അവർക്ക് മീതെ ഒരു ഉന്നതൻ ഡൽഹിയിലുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് ഉന്നതന്മാരുണ്ടോ? ഡൽഹിയിൽ ഉന്നതന്മാരുണ്ടോ? എന്നാൽ അവർക്ക് മീതെ അത്യുന്നതൻ എൽ ഏലിയോൻ അത്യുന്നതനായ ദൈവം സ്വർഗത്തിൽ സ്തോത്രം നിങ്ങൾക്കായി ജീവിക്കുന്ന. അവൻ ഇന്ന് പകൽ എയ്ഡ്സിനേക്കാൾ വലിയവനാണ്. അവൻ ഇന്ന് പകൽ ക്യാൻസറിനേക്കാൾ വലിയവനാണ്. അവൻ ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ്. നിന്റെ മുൻപിൽ ചാടി വീഴുവാൻ, നിന്നെ വലിച്ചു കീറുമെന്ന് ചിന്തിക്കുന്നതായ സകല പ്രതികൂലങ്ങളെക്കാൾ എൻ്റെ കർത്താവ് വലിയവനാണ്. അനേക ദൈവങ്ങളിൽ ഒരുവനല്ല ദൈവം, അവൻ ദൈവാദി ദൈവമാണ്. അനേക കർത്താക്കന്മാരിൽ ഒരുവനല്ല കർത്താവ്, അവൻ കർത്താവാണ്. അനേക രാജാക്കന്മാരിൽ ഇടയ്ക്കൊരു ബ്രാഞ്ച് ഓഫീസ് രാജാവല്ല യേശു, അവൻ രാജാതി രാജാവാണ്. ഹല്ലേലൂയ. മത്തായി 12:6 പറയുന്നു, അവൻ ദേവാലയത്തെക്കാൾ വലിയവൻ. മത്തായി 12:40 പറയുന്നു, അവൻ യോനയേക്കാൾ വലിയവൻ. മത്തായി 12
42 പറയുന്നു, അവന് ശലോമോനേക്കാൾ വലിയവൻ, ദേവാലയത്തെക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, പ്രശ്നങ്ങളെക്കാൾ വലിയവൻ, വെല്ലുവിളികളെക്കാൾ വലിയവൻ, ശത്രുക്കളെക്കാൾ വലിയവൻ. അവൻ ഒരിക്കലും ചെറിയ ദൈവമല്ല. ഖമാൻ, അവൻ വലിയ ദൈവമാണ്. അവന് തുല്യനായി ആരുമേ ഇല്ല. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായി ആർ? വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാട്. അവനെ പോലെ ഒരു ദൈവം ഉണ്ടായിരുന്നില്ല, ഇന്ന് ഇല്ല, ഇനി ഉണ്ടാകാൻ പോകുന്നതുമില്ല. പ്രവചനം 45 അധ്യായം 3 വാക്യത്തിൽ കർത്താവ് ഈ പ്രകാരം പറഞ്ഞു. സ്തോത്രം 45:5 കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, സ്തോത്രം, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാൻ അല്ലാതെ ഒരു ദൈവവും ഇല്ല, ഞാൻ അല്ലാതെ ഒരു ദൈവവും ഇല്ല. There is no God besides me. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവം അല്ലാതെ, യേശു അല്ലാതെ ഒരു ദൈവവും ഇല്ല. 43 അധ്യായം 11 വാക്യത്തിൽ യെശയ്യാവ് വീണ്ടും തുടരുകയാണ്. യെശയ്യാ പ്രവചനം 43:11 നിങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ രക്ഷിതാവില്ല. അർത്ഥം, സ്തോത്രം, വേറെ രക്ഷകൻ ഇല്ല, വേറെ ദൈവവുമില്ല. സ്തോത്രം, അതേ സത്യത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, വേറെ ദൈവം ഇല്ല. അല്ലാതെ സ്തോത്രം, സർവമത സമ്മേളനത്തിന് ആരോ പുലമ്പുന്നത് പോലെ എല്ലാവരും നന്നായിരിക്കട്ടെ, എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവരും ഒരിടത്ത് തന്നെ പാർക്കുന്നു, ഒരിടത്തേക്ക് തന്നെ നമുക്ക് പോകാം. നോ, സത്യ സുവിശേഷം തെളിവായി കൃത്യമായി ഞാൻ പറയട്ടെ, യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, ദൈവം പറഞ്ഞു, ഞാനല്ലാതെ ഒരു രക്ഷകൻ ഇല്ല. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നു, ഇന്ന് പകലും നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം നസ്രേന യേശുവിന്റെ നാമമത്രേ. ഇന്ന് പകലും കത്തുന്ന നരകത്തിൽ നിന്ന് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുവാൻ, മോക്ഷത്തിലേക്ക് എത്തുവാൻ, അഥവാ സ്വർഗത്തിലേക്ക് എത്താൻ പല വഴിയില്ല. നിന്റെ വീട്ടിൽ പോകാൻ പല വഴി കാണും, പക്ഷെ സ്വർഗത്തിൽ പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്തവനായ കർത്താവ് 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. വേദ പുസ്തകം പറയുന്നു, സ്തോത്രം, അതേ ആ ദൈവത്തിൽ മറിയുമ്പോൾ സ്തോത്രം, അത് പ്രാർത്ഥനയാണ് കുറിക്കുന്നത് എന്ന് അർത്ഥം. സ്തോത്രം, പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്കൊരു സ്ഥലം വേണം, പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്കൊരു സമയം വേണം. നിങ്ങൾ തോറ്റുപോകാതിരിപ്പാൻ, നിങ്ങളുടെ ജീവിതത്തിൽ പരസ്യകൊലമാകാതിരിപ്പാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഉടഞ്ഞു പോകാതിരിപ്പാൻ. നിനക്ക് നിന്റെ പ്രശ്നമുണ്ട്, എനിക്ക് എൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വെല്ലുവിളിയുണ്ട്, എനിക്ക് എൻ്റെ വെല്ലുവിളിയുണ്ട്. പക്ഷേ ഖമാൻ, ഈ തലമുറയിൽ നമുക്ക് മുട്ടുകളെ മടക്കി അതിനെ അങ്ങ് ഉടച്ചു കളയാ. നമുക്ക് മുട്ടുകളെ മടക്കി പ്രാർത്ഥിച്ച് നമുക്കതിനെ തകർത്ത് കളയാ. കാരണം പ്രാർത്ഥന കേട്ട് മിണ്ടാതിരിക്കുന്നവനല്ല ദൈവം, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. 65 സങ്കീർത്തനം 1 വാക്യം. ദൈവം പ്രാർത്ഥന കേട്ട് മിണ്ടാതിരിക്കുന്നവനല്ല, ഇന്നും എന്നും എപ്പോഴും ദൈവം പ്രാർത്ഥന കേട്ട് അവൻ ചലിക്കുന്നവൻ തന്നെയാണ്. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുക. പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിയാട്ടെ. ആ വെബ് സ്ട്രീം കാണുന്നവർ ഉൾപ്പെടെ മക്കൾക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി, ആത്മീയ കാര്യാദികൾക്ക് വേണ്ടി, സ്തോത്രം, അതെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരു അത്ഭുതം നിങ്ങളുടെ മുൻപിൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. 2ാം ലോകമഹായുദ്ധം സ്തോത്രം അതെ അവസാനിച്ചു. സ്തോത്രം, യഹൂദന്മാർ വളരെ മുറിവേറ്റ് ഇരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഇംഗ്ലണ്ടിലെ ദൈവജനത്തിന് ഒരു കാര്യം രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് അറിവ് ലഭിച്ചു. ഇംഗ്ലണ്ടിലെ സഭ അറിഞ്ഞു, ജോസഫ് സ്റ്റാലിൻ ഏകദേശം സ്തോത്രം അതെ എത്രയാ 3 കോടിയിലധികം സ്വന്തം ജനത്തെ കൊന്നുകളഞ്ഞതായ റഷ്യൻ ഏകാധിപതി, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് പറയുന്നതായ ജോസഫ് സ്റ്റാലിൻ ബാക്കിയുള്ളതായ യഹൂദന്മാരെ കൊല്ലുവാൻ വേണ്ടി പോകുന്നു. ഓൾറെഡി സ്തോത്രം 60 ലക്ഷത്തിലധികം യഹൂദന്മാർ ജർമ്മനിയിൽ കൊല്ലപ്പെട്ടു. ആ വാർത്ത കേട്ടപ്പോൾ ഇംഗ്ലണ്ടിലെ ദൈവത്തിന്റെ സഭ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിലെ ദൈവജനം പറഞ്ഞു, അന്ന് അവിടെ സ്തോത്രം ആ മസാക്കാർ നടക്കുമ്പോൾ, ഹിറ്റ്ലർ ആ യഹൂദന്മാരെ കൊന്നപ്പോൾ നമ്മൾ ആരും അറിഞ്ഞില്ല, ലോകമറിഞ്ഞില്ല, രഹസ്യമായി അവരെ കൂട്ടക്കുരുതി ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇതാ ഇന്റലിജൻസ് അറിയിച്ചിരിക്കുന്നു, നമുക്ക് സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു വിഷയം അറിഞ്ഞാൽ കേട്ട് വിടരുത്. ഒരു കാര്യം അറിഞ്ഞാൽ സ്തോത്രം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ മറക്കുവാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് കഴിയത്തില്ല. ഒരു വിഷയം അറിഞ്ഞാൽ ടെമ്പോ മനസ്സിലാക്കി, കാലത്തെ വിവേചിച്ച് കാര്യാദികളെ മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. കാരണം പ്രാർത്ഥിക്കുന്നവൻ സ്തോത്രം ഇൻഫർമേഷൻ ചേംബർ അല്ല, പ്രാർത്ഥിക്കുന്നവൻ റെവലേഷൻ സെന്റർ അത്രേ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി സ്തോത്രം. അങ്ങനെ ഇംഗ്ലണ്ടിലെ ദൈവത്തിന്റെ
ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ച് ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, ജോസഫ് സ്റ്റാലിൻ ഇതാ ബാക്കിയുള്ള യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്യും എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. അതെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലെ യഹൂദന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അത് ബൈബിളാണ്. സ്തോത്രം. അതെ, പ്രേ ഫോർ ദ പീസ് ഓഫ് ജെറുസലേം. യെരുശലേമിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അർത്ഥം, യഹൂദന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ആയിരക്കണക്കിന് ഇംഗ്ലണ്ടിലെ ദൈവത്തിന്റെ ജനം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അടുത്ത വാർത്ത ഇതാ കടന്നു വരികയാണ്. ഇതാ 14 ഡോക്ടർമാർ സ്തോത്രം സ്റ്റാലിനെ ചികിത്സിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് പെട്ടെന്ന് ബ്രെയിൻ ഹെമറേജ് വന്നിരിക്കുന്നു, രോഗക്കിടക്കയിൽ വീണിരിക്കുന്നു, യഹൂദന്മാരെ കൊന്നുകളയുമെന്ന് പറഞ്ഞതായ സ്തോത്രം. അതെ, ജോസഫ് സ്റ്റാലിൻ 16 ഡോക്ടർമാർ രാവിലെയും വൈകിട്ടും രാത്രിയിലും പുലർകാലത്തും സ്തോത്രം ഇടതടവില്ലാതെ ജോസഫ് സ്റ്റാലിന്റെ ജീവനെ രക്ഷിപ്പാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ഇരുന്നു. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിനക്ക് തൊടുവാൻ കഴിയാത്തതിനെ ദൈവത്തിന് തൊടുവാൻ കഴിയും. നിനക്ക് കടക്കാൻ കഴിയാത്തിടത്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് കടക്കുവാൻ തക്കോണം കഴിയും. നിനക്ക് അതേ പ്രവേശിപ്പാൻ കഴിയാത്ത മേഖലയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രവേശിപ്പാൻ തക്കോണം കഴിയും. ജോസഫ് സ്റ്റാലിൻ സ്തോത്രം രോഗക്കിടക്കയിൽ വീണു. സ്തോത്ര ഡോക്ടർമാർ കിടഞ്ഞ് പരിശ്രമിച്ചു, പക്ഷേ രക്ഷപ്പെട്ടില്ല. ജോസഫ് സ്റ്റാലിൻ മരിച്ചു. യഹൂദന്മാരെ കൊന്നുകളയുമെന്ന് പറയുന്ന ജോസഫ് സ്റ്റാലിൻ മരിച്ചു. സ്തോത്രം. അവൻ കടന്നുപോയി. എവിടെ പോയി? സ്തോത്രം. അതെ, മറ്റൊരു യഹൂദനായ യേശു കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം സ്തോത്രം കണക്ക് കൊടുക്കുവാൻ അതെ ജോസഫ് സ്റ്റാലിൻ കടന്നുപോയി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കെട്ടുകഥയല്ലേ എനിക്ക് പറയാനുള്ളത്. ചരിത്രത്തിൽ സ്തോത്രം ലോകരാജ്യങ്ങളെ ഉറപ്പിച്ചത് പ്രാർത്ഥനയാണ്. ചരിത്രത്തെ മെനഞ്ഞത് ദൈവത്തിന്റെ കൃപയാൽ പ്രാർത്ഥനയാണ്. നീ ചിന്തിച്ചിട്ടില്ലാത്തത്, നീ ഇതുവരെ വിശ്വസിച്ചിട്ടില്ലാത്തത്, നീ പ്രതീക്ഷിച്ചിട്ടില്ലാത്തത് പ്രാർത്ഥനയിൽ ഇന്നും ദൈവകൃപയാൽ സംഭവിക്കും. കമാൺ, ശബ്ദമുയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ദൈവം പ്രാർത്ഥന കേട്ട് അവൻ അത്ഭുതം ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ സ്തോത്രം ഭവനത്തിന്റെ ഏറ്റവും മുകളിലത്തെ അറയിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ യഹൂദന്മാരുടെ ഭവനത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു മുറിയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു അറയുണ്ട്. ആൾമോസ്റ്റ് 4.5 അടി ഉയരം മാത്രമുള്ളതായ ചെറിയൊരു അറയുണ്ട്. ആ അറയിൽ എഴുന്നേറ്റ് നിൽപ്പാൻ കഴിയത്തില്ല, കുനിഞ്ഞ് കയറി മുട്ടുമടപ്പാനേ കഴിയത്തുള്ളൂ. അതേ ഫാഷനിലാണ് ഈ ഡേവിഡ് യോങ്കിച്ചോ സൗത്ത് കൊറിയയിൽ സ്തോത്രം പ്രേയർ മൗണ്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെന്ന് കണ്ട അനേക ദൈവദാസന്മാർ പറഞ്ഞു, ആയിരക്കണക്കിന് 10,000കണക്കിന് പ്രാർത്ഥന അറകൾ സൗത്ത് കൊറിയയിലുണ്ട്. അവിടെ കയറി ചെല്ലുന്നവർക്ക് അവിടെ നിന്ന് വർത്തമാനം പറവാൻ കഴിയത്തില്ല, അവിടെ കുനിഞ്ഞ് കയറാനേ കഴിയത്തുള്ളൂ. അവിടെ കുനിഞ്ഞ് കയറി ആ അറയിൽ സ്തോത്രം അവർ മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. യഹൂദൻ അനുഗ്രഹിക്കപ്പെടുന്നത് 1% താഴെ മാത്രമാണ് യഹൂദൻ. പക്ഷേ ലോകത്തിന്റെ 30% അവർ സ്വാധീനിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, 1% താഴെയാണ് യഹൂദൻ, പക്ഷേ ലോകത്തിന് 30%-ലധികം അവർക്ക് സ്വാധീനമുള്ളത് അവർ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഈ വചനം അവിടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്. ഈ ജീസസ് നെയിം നിന്റെ ഓഫീസിനെ നീ സ്വാധീനിക്കാൻ പോകുന്നു. നിന്റെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ബോസ് അല്ല, അവിടെ മന്ത്രവാദ ഭൂതത്താൽ ബാധിക്കപ്പെട്ട ഏതോ ഓഫീസർ അല്ല, സെക്ഷൻ ഓഫീസർ അല്ല. പ്രാർത്ഥിക്കുന്ന നീ ആയിരിക്കും അവിടുത്തെ റിമോട്ട് കൺട്രോൾ ചലിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ജീസസ് നെയിം പ്രാർത്ഥിപ്പാൻ ഒരു സ്ഥലം നിനക്കുണ്ടായിരിക്കട്ടെ, പ്രാർത്ഥിപ്പാൻ ഒരു സ്തോത്രം അതേ സമയവും നിനക്ക് ഉണ്ടായിരിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. മറവിടമായി എനിക്ക് യേശുവുണ്ട്. ദൈവത്തെ നിങ്ങൾ മറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഒരു ഇടമുണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു സമയമുണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു സമയമില്ലയോ? തീരുമാനിക്ക്, എനിക്കൊരു സ്തോത്രം സമയം പ്രാർത്ഥിപ്പാനുണ്ട്, എനിക്ക് സ്തോത്രം പ്രാർത്ഥിപ്പാൻ ഒരു സ്ഥലമുണ്ട്. ആ അപ്പൻ പ്രാർത്ഥിക്കുമ്പോൾ, അമ്മ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിന് മറ്റുള്ളവർ പറയട്ടെ, അവനിതാ ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവത്തോട് ചിലർ പ്രാർത്ഥിക്കുമ്പോൾ നോക്കുമ്പോൾ സ്തോത്രം അതേ ഒരു ആരെങ്കിലും മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ പ്രാർത്ഥന നിർത്തമായിരുന്നു. ആരെയും വിളിച്ചിരുന്നെങ്കിൽ അത് ഈ പ്രാർത്ഥനയിൽ നിന്ന് ഒന്ന് പുറത്തു വരാൻ. ആരും വിളിക്കുന്നില്ലല്ലോ. നോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിലുള്ള ബാക്കിയുള്ളവരോട് പറയണം, ദൂതൻ വന്നാൽ പോലും സ്തോത്രം കയറ്റിവിടല്ല.
ഒരിക്കൽ കൂടെ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവരോട് പറയണം, ദൂതൻ വന്നാൽ പോലും ഇതെന്റെ പ്രാർത്ഥനാ വേളയാണ്. സ്തോത്രം. ദൂതൻ വന്നാൽ പോലും എന്നെ കയറ്റിവിടല്ലേ. പിന്നെയല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് വരുമ്പോ, പിന്നെയല്ലേ സ്തോത്രം MLA MP വരുമ്പോ, കാരണം ഞാൻ രാജാവിനോട് സംസാരിക്കുകയാണ്. എന്നെ ശല്യപ്പെടുത്തല്ലേ. കമാൻ. ഹല്ലേലൂയ. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിക്കുകയാണ്. ലോകം നിശബ്ദമായിരിക്കട്ടെ, ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിക്കുകയാണ്. അതേ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് പ്രാർത്ഥിപ്പാൻ ഒരു അറ ഉണ്ടായിരിക്കും. മറവിടമായി എനിക്ക് യേശുവുണ്ട്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, മറവിടമായി എനിക്ക് യേശുവുണ്ട്. വൺ മോർ ടൈം, മറവിടമായി എനിക്ക് യേശുവുണ്ട്. നമ്പർ 2, ആ പ്രാർത്ഥന അറയിൽ നടക്കുന്ന രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം ഇങ്ങനെ ഒരു മാല കോർത്തതുപോലെയുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്പർ 2, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെക്ടിഫിക്കേഷൻ. അത് സ്തോത്രം, അത് സ്വയം തിരുത്തുന്നതായ സ്ഥലം. അത് സ്വയം തിരുത്തുന്നതായ സ്ഥലം. നാട്ടുകാരല്ല തിരുത്തുന്നത്, പ്രവാചകനും പാസ്റ്ററും അല്ല വന്ന് തിരുത്തുന്നത്. പകരം ആരാണോ പ്രാർത്ഥിക്കുന്നത് അവൻ സ്വയം തിരുത്തപ്പെടും, ദൈവത്താൽ തിരുത്തപ്പെടും. ആരാണോ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്താൽ തിരുത്തപ്പെടും. ദൈവത്തിന്റെ സന്നിധിയിൽ നാം മുട്ടുമടക്കുമ്പോൾ സഹോദരങ്ങളെ, കർത്താവിന്റെ ശോഭയുടെ മുൻപിൽ, ദൈവത്തിന്റെ തേജസ്സിന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ ഇതാ വെളിപ്പെട്ടു വരികയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി ഈ എന്നെ വീണ്ടെടുക്കണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, സ്വമേധാ പാപങ്ങൾ, അമ്മയുടെ ഗർഭം മുതലേ കൊണ്ടുവന്നത്, കുടുംബത്തിന്റെ സ്വഭാവം, അപ്പന്റെ സ്വഭാവം, ജാതി സ്വഭാവം, സമൂഹം തന്നതായ സ്വഭാവം, വേണ്ട കുടഞ്ഞുകളയാം. വീട്ടുകാരുടെ സ്വഭാവമല്ല, ദേശത്തിന്റെ സ്വഭാവമല്ല, ചർച്ചിന്റെ സ്വഭാവമല്ല, പകരം ക്രൈസ്റ്റിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം, അതിനെതിരായി ഉയർന്നു നിൽക്കുന്ന സകലതും സ്തോത്രം അതേ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. അതുകൊണ്ട് ദൈവകൃപയാൽ സ്തോത്രം സ്വയം തിരുത്തപ്പെടുക. ചിലർ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം, നാട്ടുകാരെ മുഴുവൻ അങ്ങ് തിരുത്തി കളയാമെന്ന് വിചാരിച്ച്. തിരുത്തൽവാദി ആത്മാവിനാൽ നോ. സ്തോത്രം. അതേ, തിരുത്തൽവാദി ആത്മാവിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ വിരൽച്ചോണ്ടി നിനക്ക് കുഴപ്പം, ആ കുഴപ്പം, ഈ കുഴപ്പം എന്ന് പറഞ്ഞ സ്തോത്രം തിരുത്തൽവാദിയായിരിക്കുന്നെങ്കിൽ നോവേ. സ്തോത്രം. പക്ഷേ വേറെ ഒരുവനെ എനിക്കറിയാം, മങ്ങിക്കത്തുന്ന വെളിച്ചത്തിൽ കാണാത്തത്, പകൽ വെളിച്ചത്തിൽ കാണാൻ കഴിയാത്തത്, അഗ്നിജ്വാലക്കത്ത കണ്ണോടുകൂടിയവനായ ദൈവത്തിന്റെ തിരുമുഖ പ്രകാശത്തിൽ കാണുവാൻ തക്കോണം കഴിയുക. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധ ആത്മാവ് തന്നെ ദൈവത്തിന്റെ ജനമേ, നിന്നെയും എന്നെയും അനുദിനം തിരുത്തി നടത്തട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം പോലെയല്ലല്ലോ നമ്മൾ ഈ വർഷം, കഴിഞ്ഞ മാസം പോലെയല്ലല്ലോ ഈ മാസം, 10 വർഷം മുമ്പ് പോലെയല്ലല്ലോ ഇന്ന്. സ്തോത്രം. അടുത്തിരിക്കുന്നത് നോക്കി പറ, ഞാൻ നന്നാകിയാണ്. പറഞ്ഞാട്ടെ, ഞാൻ നന്നാകിയാണ്. ഏതോ സ്തോത്രം യൂട്യൂബ് ചാനലിൽ ആരുടെയോ ശബ്ദം കേട്ടിട്ടല്ല, ഏതോ ഫേസ്ബുക്കിൽ ആരുടെയോ ആലോചന കേട്ടിട്ടല്ല. പകരം എൻ്റെ ദൈവത്തിന്റെ അളവിൽ, എൻ്റെ ദൈവത്തിന്റെ തൂക്കത്തിൽ, അതനുസരിച്ച് എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം എന്നെ റെക്ടിഫൈ ചെയ്യുകയാണ്, ദൈവം എന്നെ തിരുത്തുകയാണ്, ദൈവം എന്നെ മെനയുകയാണ്. നിങ്ങൾക്ക് എന്നെ നന്നാക്കാൻ കഴിയത്തില്ല, എനിക്കും നിങ്ങളെ നന്നാക്കാൻ കഴിയത്തില്ല. കമോൺ ബാ, നമുക്ക് ഒരുമിച്ച് നന്നാക്കാം. അപ്പച്ചന്റെ മുൻപിൽ മുട്ടുമടക്കി നമുക്ക് ദൈവത്തോട് പറയാം, ദൈവത്തോട് ചോദിക്കാം. അപ്പച്ച, അങ്ങയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നീ എന്നെ പാപമിട്ട് മെനയണമേ. പാപമിട്ട് ഒരു വസ്ത്രമായി നീ എന്നെ മെനയണമേ. ചിത്രത്തൈലുള്ള വസ്ത്രമായി എന്നെ നീ മെനയണമേ. എത്രത്തോളം സൂചി കുത്തുന്നു, അല്പം വേദനിക്കുമായിരിക്കും, എന്നാൽ സാരമില്ല, നോ പ്രോബ്ലം. ഞാൻ മറവിടത്തിൽ, രഹസ്യത്തിൽ ഞാൻ സ്തോത്രം അതേ തിരുത്തപ്പെടട്ടെ. ദൈവം എന്നെ തിരുത്തട്ടെ. ദൈവം എന്നെ തിരുത്തിയാൽ നാട്ടുകാരെന്നെ ചവിട്ടേണ്ട അവസ്ഥ വരികയില്ല. ഒരിക്കൽ കൂടെ, ദൈവം എന്നെ തിരുത്തിയാൽ നാട്ടുകാരെന്നെ ചവിട്ടേണ്ട അവസ്ഥ വരികയില്ല. ഏതാണ് നിങ്ങൾക്ക് വേണ്ടിയത്? ദൈവം രഹസ്യത്തിൽ നിന്നെ തിരുത്തണമോ? കുറ്റം പറയാത്ത ദൈവം, മനോരമയിൽ പബ്ലിഷ് ചെയ്യാത്തവനായ ദൈവം, BBC-യിൽ അതേ സ്തോത്രം നാട്ടുകാരോട് വിളിച്ചു പറയാത്ത ദൈവം. ചില പ്രാർത്ഥന വിഷയം പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. അതേ രഹസ്യത്തിലുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുട്ടുമടക്കുമ്പോൾ ദൈവം നിന്നെ തിരുത്തട്ടെ, ദൈവം എന്നെ തിരുത്തട്ടെ. ദൈവത്തിന്റെ മുൻപിൽ നാം തിരുത്തപ്പെട്ടാൽ ലോകം നമ്മെ ചതിക്കത്തില്ല, ലോകം നമ്മെ ചവിട്ടത്തില്ല, ലോകം നമ്മെ പരിഹസിക്കത്തില്ല. കാരണം തിരുത്തിയത് പ്രാസംഗികനല്ല, പ്രവാചകനല്ല, മെത്രാച്ചനല്ല, ദൈവം നമ്മെ തിരുത്തട്ടെ.
ഏതോ കുമ്പസാരപ്പെട്ടിയിൽ സ്തോത്രം അതി മുട്ടുമടക്കിയല്ല, ഓ സ്തോത്രമേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നീ പറയേണ്ടത്. നിന്റെ പാപം മറച്ചു വയ്ക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഏറ്റു പറയുമ്പോൾ ദൈവം നിന്നെ തിരുത്തുന്ന സ്തോത്രം. ഒരു ദിവസം അതേ മോശയെ ദൈവമായ കർത്താവ് ഈ ഒരു സ്പെഷ്യൽ ക്ലാസ് എടുത്തു കൊടുത്തു. 4-ാം അധ്യായം 6-ാം വാക്യം, പുറപ്പാട് പുസ്തകം 4:6. മോശയ്ക്ക് വലിയ നിയോഗമൊക്കെ പ്രാപിച്ച് അവനിതാ സ്തോത്രം ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ്. അവൻ വരുന്ന വഴിയിൽ ദൈവമായ കർത്താവ് ഒരു ടെസ്റ്റ് കൊടുക്കുന്നു. മോശേ, നിന്റെ സ്തോത്രം അതേ കരത്തെ നീ വിലാപ്പുറത്ത് മാർവിടത്തിൽ ഇടുക. മാർവിടത്തിൽ ആ കൈയിട്ടിട്ടവൻ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് സ്തോത്രം കുഷ്ഠരോഗം താൽ നിറയപ്പെട്ടു, കുഷ്ഠത്താൽ നിറയപ്പെട്ടു. മോശെ ഞെട്ടി കാണും സ്തോത്രം. എന്നാൽ ദൈവം വീണ്ടും പറഞ്ഞു, മോശേ സ്തോത്രം ഈ പുറത്തേക്കെടുത്ത ഈ കുഷ്ഠത്താൽ നിറയപ്പെട്ടതായ ഈ കൈ വീണ്ടും മാർവിടത്തിലേക്ക് ഇടുക. വീണ്ടും അവൻ മാർവിടത്തിലേക്ക് ഇട്ട് അവൻ പുറത്തേക്കെടുത്തപ്പോൾ പഴയതുപോലെ നോർമലായി തീർന്നു. അർത്ഥം ദൈവം പറഞ്ഞു, സ്തോത്രം ഇതാണ് നിന്റെ ജീവിതം. ഞെളിയാതെ ഭയപ്പെടണം, ഞെളിയാതെ ഭയപ്പെടണം. ഞാൻ നിന്നെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ നിനക്ക് പ്രവചനം നൽകാൻ പോകുന്നു. ഞാൻ നിനക്ക് ദർശനം തരാൻ വേണ്ടി പോകുന്നു. നീ ഫറവോന് ദൈവമായിരിക്കും. നീ പറയുന്നത് ഈജിപ്തിലെ നിയമവുമായിരിക്കും. അതാണ് മോശയുടെ നിയോഗം. എത്ര പേർ കേട്ടോ? സ്തോത്രം. നീ പറയുന്നത് ഈജിപ്തിൽ നിയമമായിരിക്കും. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം. രാവിലെ എഴുന്നേറ്റ് മോശ പറയുകയാണ്, ഇന്ന് വണ്ടി ഇടതുവശത്തൂടെ ഓടിച്ചാൽ മതി. ഓക്കെ, വണ്ടി അന്ന് ഇടതുവശത്തൂടെ ഓടിക്കത്തുള്ളൂ. എന്നാൽ മോശയ്ക്ക് അന്ന് തോന്നിയാണ്, ഇല്ല, അന്ന് വലതുവശത്തൂടെ വണ്ടി ഓടിച്ചാലും മതി. സ്തോത്രം, വലതുവശത്തൂടെ വണ്ടി പോകത്തുള്ളൂ. മോശയെ ദേശത്തിന്റെ നിയമം നീ നോക്കിയിരിക്കല്ലേ. നിന്റെ ബൈബിളിൽ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വായിക്കാത്തത് എന്റെ കുറ്റമല്ല. സ്തോത്രം. മോശ ദേശത്തിന്റെ നിയമമാണ്. ഫറവോന്റെ മുൻപിൽ ശിപായിയല്ല, ഫറവോന്റെ മുൻപിൽ സെയിം ആസ് ഗോഡ്, ദൈവത്തിന്റെ തുല്യനായവൻ നിൽക്കുകയാണ്. പക്ഷേ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഉപയോഗിക്കുമ്പോൾ നെകളിക്കല്ലേ, ഞാൻ നിന്നെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളിക്കല്ലേ. നീ എങ്ങാണ്ട് കുഷ്ഠരോഗിയാകാമായിരുന്നോ? നീ എങ്ങാണ്ട് തകരാമായിരുന്നോ? അതേ, നിന്റെ കൈക്ക് കുഷ്ഠം വന്നത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ അറിയണ്ട കേട്ടോ. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ അറിയണ്ട. സ്തോത്രം. ഈ ബാക്ക് ഓഫ് ദിസ് വിൽഡർനെസ്, ഈ മരുഭൂമിയുടെ ഒരു കോണിൽ വെച്ച് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. ഇന്ന് പകൽക്കാലം സ്തോത്രം നിന്നെ നോക്കി കർത്താവ് പറയുന്നു, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നീ എൻ്റെ മുമ്പിൽ തോക്കാൻ മടിക്കല്ലേ. നീ ദൈവത്തിന് മുൻപിൽ തോക്കാൻ മടിക്കരുത്. നീ ദൈവത്തിന് മുൻപിൽ തോക്കാൻ മടിക്കുന്നില്ലെങ്കിൽ നീ ഫറവോന്റെ മുൻപിൽ ജയിപ്പാൻ പോകുന്നു. നീ ഈജിപ്തിന്റെ മുൻപിൽ ജയിപ്പാൻ പോകുന്നു. മനുഷ്യന്റെ മുൻപിൽ നീ ജയിച്ച് നിൽക്കുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. കുറവുകളെ വെള്ളപൂശരുത്. സ്തോത്രം. സ്വയം തെറ്റിനെ കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാണ്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതെ, ആരും നീതിമാനായി ഇല്ലേ ഇല്ല. ഇതാ നാഥാൻ പ്രവാചകൻ കടന്നു വരികയാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. നാഥാൻ എന്ന പ്രവാചകൻ സ്തോത്രം ദാവീദിന് നേരെ വിരൽ ചൂണ്ടി ഈ പ്രകാരം പറയുന്നു, ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. എന്നാൽ ദാവീദ് നന്നാകാൻ തീരുമാനിച്ചത് കൊണ്ട് ആ ദൂത് പറഞ്ഞതായ സ്തോത്രം അതെ നാഥാൻ പ്രവാചകനെ വെട്ടിക്കളഞ്ഞില്ല. ഒരു വലിയ പാസ്റ്റർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഈ പ്രകാരം സ്തോത്രം അതെ പറയുകയുണ്ടായി. ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ, ഒരു 4-5 പേര് ഒരുമിച്ച് നിന്ന് സംസാരിക്കുമ്പോൾ വലിയ പാസ്റ്റർ, സൈസിലും വലുത്, ഭദ്രാസനത്തിലും സിംഹാസനത്തിലും ഒക്കെ വലുത്, വലിയ പാസ്റ്റർ, വലിയ മുതലാളി. അദ്ദേഹത്തോട് സ്തോത്രമാരാണ്ട് പറഞ്ഞു, ഇന്നടത്തെ ഇന്ന ദൈവദാസനെ അറിയോ? പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഇന്നടത്തെ ഇന്ന ദൈവദാസനെ അറിയോ? പുള്ളി തൻ്റെ തലക്കനത്തിൽ പറഞ്ഞു, ഇല്ല എനിക്കറിയത്തില്ല. അല്ല, പാസ്റ്ററോട് സാറിനോട് ആ ദൂത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നോട് ദൂത് പറഞ്ഞോ? എന്നോടവൻ പ്രവചിക്കാറായോ? അവൻ എന്നോട് പ്രവചിക്കോ? ഇന്നും ഈ ദൂത് കേട്ടിട്ടിരിക്കുന്ന ഏതോ വലിയ സ്തോത്രം അങ്ങേ തലയ്ക്കുള്ള വലിയ അച്ചാച്ചന്മാർ പറയുന്നു, ഹോ എന്നോട് പ്രവചിക്കോ? ഞാൻ പറയട്ടെ, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടാ. ദൈവത്തിന് ആരോടും പ്രവചിപ്പാൻ കഴിയുക, ദൈവത്തിന് ആരോടും സംസാരിപ്പാൻ കഴിയും. ഏത് കുട്ടിയിലൂടെയും ദൈവത്തിന് സംസാരിപ്പാൻ കഴിയുക, ഏത് മൃഗത്തിലൂടെയും ഏത് പക്ഷിയിലൂടെയും ദൈവത്തിന് സംസാരിപ്പാൻ തക്കണം കഴിയുക. ഹല്ലേലൂയ. സ്വയം തിരുത്തപ്പെടുക. രഹസ്യത്തിൽ നീ തിരുത്തപ്പെടുന്നെങ്കിൽ പരസ്യത്തിൽ നീ പരസ്യകോലം ആകത്തില്ല. നാഥാൻ പ്രവാചകന്റെ ദൂത് കേട്ടപ്പോൾ ആരവിടെ എന്റെ നേരെ വിരൽ ചൂണ്ടി ദൈവനെ വെട്ടിക്കള എന്നല്ല ദാവീദ് പറഞ്ഞത്. ആ ദൂതിന്റെ മുൻപിൽ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ ദേശത്തോടല്ല പാപം ചെയ്തത്, എൻ്റെ കുടുംബത്തോടല്ല പാപം ചെയ്തത്, ഞാൻ നിന്നോട് പാപം ചെയ്തു. എത്ര പേർ വായിച്ചിട്ടുണ്ട് വേദഭാഗം? ഞാൻ നിന്നോട് പാപം ചെയ്തു. 51-ാം സങ്കീർത്തനം 4-ാം വാക്യം. ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ വസ്ത്രമല്ല ഹൃദയം തന്നെ കീറി ദൈവ സന്നിധിയിൽ നിലവിളിച്ചു പറഞ്ഞു, സ്തോത്രം, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, ദൈവത്തിൽ നിനക്കൊരു മറവിടമുണ്ടെങ്കിൽ ഡെയിലി സ്വയം
സ്വയം തിരുത്തപ്പെടുക. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മാത്രം വല്ലപ്പോഴും അല്ല തള്ളേണ്ടത്, ഡെയിലി തിരുത്തപ്പെടുക. കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഈ ആഴ്ച നല്ലതാണ്, ഇന്നലത്തേക്കാൾ ഇന്ന് നല്ലതാണ്. ആരാണോ പട്ടുപോകാതെ ശോഭിച്ചത്, പരാജയം കാണാത്ത ചക്രവർത്തിയായി ദാവീദ് നിന്നതുപോലെ വേദപുസ്തകം പറയുന്നു, ദാവീദ് ചെന്നെടുത്തൊക്കെയും ദൈവം അവന് മഹാജയം നൽകി. ഒരിക്കൽ കൂടെ, ദാവീദ് ചെന്നെടുത്തൊക്കെയും ദൈവം അവന് മഹാജയം നൽകി. ദാവീദിന്റെ ഡിക്ഷണറിയിൽ പരാജയമില്ല. ഗ്രാമത്തിൽ ജയം, പട്ടണത്തിൽ ജയം. കമാൺ, നിങ്ങൾക്ക് വേണ്ടായിരിക്കാം, ഞാൻ ഏറ്റെടുത്തോളാം. ക്രൂസൈഡിൽ ജയം, കൺവെൻഷനിൽ ജയം, സെമിനാറിൽ ജയം, കോൺഫറൻസിൽ ജയം, ഹല്ലേലൂയ, ബുധനാഴ്ച ബൈബിൾ സ്റ്റഡിയിൽ ജയം, ഞായറാഴ്ച സഭായോഗത്തിന് ജയം, എന്നും ജയം, എപ്പോഴും ജയം. കാരണം ദൈവത്തിന് മുൻപിൽ തോറ്റത് കൊണ്ട് ലോകത്തിന് മുൻപിൽ ദൈവം അവനെ ജയിപ്പിച്ചു. ആര് ജയത്തോടെ ദൈവസന്നിധിയിൽ ശോഭിച്ചോ, ആര് ജയത്തോടെ നിന്നോ, അവൻ മറ്റുള്ളവരാൽ തിരുത്തപ്പെട്ടില്ല, സ്വയം ദൈവത്തിന്റെ വെളിച്ചത്തിന് മുൻപിൽ അവർ തിരുത്തപ്പെടുകയുണ്ടായി. റൈനാർഡ് ബോങ്കെ എന്ന് ദൈവദാസൻ പറയും, 6 മാസത്തിലൊരിക്കൽ ഒരു ദിവസം ദൈവത്തിന് മുൻപിൽ കാത്തിരിക്കും. എല്ലാ 6 മാസം കൂടുമ്പോഴും 24 മണിക്കൂർ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് കഴിഞ്ഞ 6 മാസത്തെ ജീവിതം പരിശോധിക്കും. വല്ലോന്റെ ജീവിതമല്ല നോക്കുന്നത്, വല്ലോന്റെ ജീവിതം മൈക്രോസ്കോപ്പും സ്തോത്രം ഭൂതക്കണ്ണാടിയും കൊണ്ട് നോക്കാൻ പലർക്കും ഭയങ്കര വിരുദാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കും. സ്വന്തം ജീവിതത്തിലേക്ക് ഞാൻ എങ്ങനെ തിരുമുൻപിലായിരിക്കുന്നു, എക്സ്റേക്ക് കാണാൻ കഴിയാത്ത, സ്കാനിങ്ങിന് കാണാൻ കഴിയാത്ത, നാട്ടുകാർക്കും സഭർക്കാർക്കും കാണാൻ കഴിയാത്ത എന്റെ ജീവിതം തിരുമുൻപിൽ എങ്ങനെയായിരിക്കുന്നെന്ന് സ്വയം റൈനാർഡ് ബോങ്കെ നോക്കൂ. അതുകൊണ്ടാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യക്തികളോട് ജയിച്ചു സുവിശേഷം പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പറന്നുപോയത്. കമോൺ, ഈ തലമുറയിലും ജയിച്ചു നിൽപ്പാൻ ആഗ്രഹിക്കുന്നവർ ആരും നിന്റെ നേരെ വിരൽ ചൂണ്ടരുത്, ആരും നിന്റെ നേരെ വിരൽ ചൂണ്ടരുത്. ഹല്ലേലൂയ. മറ്റുള്ളവരേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞാട്ടെ, വിരൽ ചൂണ്ടിയാട്ടെ. ഒരാളിനോട് വിരൽ ചൂണ്ടി പറ, ആരും ഇങ്ങനെ വിരൽ ചൂണ്ടല്ലോ. പറ വിരൽ ചൂണ്ടി പറ, ആരും ഇങ്ങനെ വിരൽ ചൂണ്ടരുത്. ആരും സ്തോത്രം നിന്റെ നേരെ വിരൽ ചൂണ്ടരുത്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ആ വിരലുകളെ തമ്പുരാൻ ഇന്ന് പകൽക്കാലം മടക്കുമാറാകട്ടെ. നിനക്ക് നേരെ ചൂണ്ടി നിൽക്കുന്ന സകല വിരലുകളെ ദൈവം മടക്കിയിട്ട് ദൈവം നിന്നെ മാനിപ്പാൻ വിളിച്ചു പറഞ്ഞാട്ടെ, മറവിടമായി എനിക്ക് യേശുവുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ശബ്ദമുയർത്തിയ പാട്ടിന്റെ ആദ്യ ലൈൻ ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, മറവിടമായി എനിക്ക് യേശുവുണ്ട്. പ്രാർത്ഥന അറ നമ്പർ 2, തിരുത്തപ്പെടുന്നതായ അറ. നമ്പർ 3, മൂന്നാമത്തെ അറയിൽ നടക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് ഹി ഷാർപ്പനിങ് യുവർ വെപ്പൺ. നിന്റെ ആയുധങ്ങളെ അവനിതാ മൂർച്ച കൂട്ടുകയാണ്. നിന്റെ ആയുധങ്ങളെ അവൻ മൂർച്ച കൂട്ടുകയാണ്. ഏത് യുദ്ധങ്ങൾ നിങ്ങൾ നോക്കിയാലും, ഏത് രാജ്യങ്ങൾ നിങ്ങൾ നോക്കിയാലും സ്തോത്രം അതേ രഹസ്യത്തിലാണ് അവർ തങ്ങളുടെ ആയുധങ്ങളെ സ്തോത്രം അതേ മൂർച്ച കൂട്ടുന്നത്. ഞാൻ വെബ്സൈറ്റിൽ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ട്, പാകിസ്ഥാൻ എത്ര ബോംബാണുള്ളത്, പാകിസ്ഥാൻ എവിടെയൊക്കെയാണ് എന്തൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നത്. നോ, അത് പരസ്യമല്ല, അത് രഹസ്യമാണ്. അതറിയാമായിരുന്നെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തേനെ, സാറേ ഇന്ന ഏരിയകൾ ശ്രദ്ധിച്ചോളണം, പണ്ട് എലിശ പറഞ്ഞതുപോലെ സ്തോത്രം. പക്ഷേ രഹസ്യത്തിലാണ് സ്തോത്രം, രഹസ്യത്തിലാണ് സ്തോത്രം സകല രാജ്യങ്ങളും തങ്ങളുടെ ആയുധങ്ങളെ ഷാർപ്പൺ ചെയ്യുന്നത്, തങ്ങളുടെ ആർമിയെ ഒരുക്കുന്നത്, തങ്ങളുടെ സൈന്യത്തെ ഒരുക്കുന്നത് രഹസ്യത്തിലാണ്. ഒരിക്കൽ കൂടെ, തൻ്റെ സൈന്യത്തെ ഒരുക്കുന്നത് രഹസ്യത്തിലാണ്. ഉത്തമഗീതം 6:10 പറയുന്നു, ദൈവത്തിൻ്റെ ജനം ആകുന്ന ദൈവസഭ ഗുണ്ടകളല്ല, പകരം കർത്താവിൻ്റെ സൈന്യമത്രേ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ പടയാളികളാണ്. സ്തോത്രം, നിങ്ങൾ കർത്താവിൻ്റെ പടയാളിയാണ്. വലത് കരങ്ങൾ ഉയർത്തി പറ, ഞാൻ കർത്താവിൻ്റെ പടയാളി. ഒരിക്കൽ കൂടെ, ഞാൻ കർത്താവിൻ്റെ പടയാളി. ദൈവം പരസ്യ ജയത്തിനു വേണ്ടി നിങ്ങളെ എന്നും എപ്പോഴും ഒരുക്കുന്നത് അത് രഹസ്യത്തിലാണ്. രഹസ്യത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പരസ്യ ജയത്തിൻ്റെ സ്ട്രാറ്റജി ദൈവം നൽകുന്നു. അണ്ടർലൈൻ, സ്ട്രാറ്റജി, തന്ത്രങ്ങളെ ദൈവം നൽകുന്നു, അഥവാ പദ്ധതികളെ ദൈവം നൽകുന്നു. തന്ത്രം എന്ന വാക്കിനേക്കാളും അപ്പോൾ പദ്ധതികൾ എന്ന് പറയാം. ദൈവം സർവജ്ഞാനിയാണല്ലോ. സർവജ്ഞാനിയുടെ സ്ട്രാറ്റജി, പദ്ധതികളെ ദൈവം നൽകുന്നത് ഗൂഗിളിലല്ല, ലൈബ്രറിയിലല്ല, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നീ മറഞ്ഞിരിക്കുമ്പോഴാണ്. എലീശ ഇതാ മരിക്കാറായി കിടക്കുന്നു. എലീശ മരിക്കാറായി കിടക്കുന്നതായ സമയത്ത് ഇസ്രായേൽ രാജാവിത എലീശായെ കാണുവാൻ വരികയാണ്. ഇസ്രായേൽ രാജാവിനെ കാണുവാൻ സ്തോത്രം അത് ഇസ്രായേൽ രാജാവ് എലീശയെ കാണുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ താൻ ഇവിടെ നിലവിളിച്ച് കരയുന്നു. സ്തോത്രം അതെ, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളും ആയുള്ളവേ. സ്തോത്രം
സ്തോത്രം. ഏലിയാവ് എടുത്തുകൊള്ളപ്പെട്ടപ്പോൾ എക്സാക്ട്ലി അതേപോലെ തന്നെ എലീശ കരയുണ്ടായി, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളവേ. ബ്രദർ DGS ദിനകരൻ മരിച്ചു കിടന്നപ്പോൾ ഞങ്ങൾ നിലവിളിച്ചു, സ്തോത്രം, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇന്ത്യൻ സഭയുടെ തേരും തേരാളികളും ആയുള്ളവേ. ഈ കാലഘട്ടത്തിന് അപ്പന്മാരെ വേണ്ട എന്ന് പറയുന്നവർക്ക് ഇത് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ സ്തോത്രം മനസ്സിലാക്കണം, ഇസ്രായേൽ രാജാവ് എലീശായുടെ അടുക്കൽ കടന്നുവന്ന് ഇവണ്ണം കരയുമ്പോൾ ഉടനെ ആ കണ്ണുനീരിൽ ചാലിച്ചതായ ആ മനുഷ്യനോട് ഒരു ദൂത് ആ പ്രവാചകന് ദൈവം നൽകുകയാണ്. ഇന്ന് പകരം കണ്ണുനീരനാട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് സംസാരിപ്പാൻ ആരും കേട്ടിട്ടില്ലാത്ത ഒരു അൺകോമൺ ദൂത് ദൈവത്തിന് നിന്നോട് കൈമാറുവാനുണ്ട്. ഹല്ലേലൂയ. കരയുന്നവരെ കേൾക്ക്, നിനക്കൊരു അൺകോമൺ മെസ്സേജ്, ഒരു കോമൺ ദൂതല്ല, ഒരു അൺകോമൺ ദൂത് നിനക്ക് സ്തോത്രം ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കുവാനുണ്ട്. ഉടനെ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, ഞാൻ പറയുന്നു രഹസ്യത്തിൽ ഉള്ളതായ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി. സ്തോത്രം. പ്രവാചകൻ പറയുന്നു, നിന്റെ അമ്പും വില്ലും എടുക്കുക. ഇസ്രായേൽ രാജാവ് അമ്പും വില്ലും എടുത്തു. ആ കിളിവാതിൽ തുറക്കുക. അവൻ ആ ജനൽ തുറന്നു. എന്നിട്ട് പറഞ്ഞു, ഏയ്യുക. എന്നിട്ട് പറഞ്ഞു, ഇതാ ഈ അസ്ത്രമുണ്ടല്ലോ, ഇത് യഹോവയുടെ ജയാസ്ത്രം. ഇത് നിന്റെ അസ്ത്രമല്ല, കാരണം യുദ്ധം നിന്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. ഇത് യഹോവയുടെ ജയാസ്ത്രം, ദൈവത്തിന്റെ ജയാസ്ത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ മുൻപിൽ ഇരിക്കുന്നത് രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന, ഒരിക്കൽ കൂടെ, രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന ഹല്ലേലൂയ ജയാസ്ത്രങ്ങളാണ് എൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഇരിക്കുന്നത്. സ്ട്രാറ്റജി. സ്തോത്രം. അത് എലീശ പറയുന്നു, ആ അമ്പിനെ എടുത്തിട്ട് നീ സ്തോത്രം അതേ നിലത്ത് അടിക്കുക. ആ അമ്പിനെ എടുത്തിട്ട് നിലത്ത് അടിക്കുക. 3 പ്രാവശ്യമേ സ്തോത്രം അടിച്ചുള്ളൂ. എന്നാൽ പ്രവാചകൻ അവരോട് ദേഷ്യപ്പെട്ടു. ആര്? എലീശ ദേഷ്യപ്പെട്ടു. സ്തോത്രം. പക്ഷേ രാജാവ് സഭ മാറിയില്ല. ഇന്നത്തെ പാസ്റ്റർമാർ ദേഷ്യപ്പെടത്തില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റിലങ്ങ് കൊണ്ടുപോവാണ്. കാരണം ഇല്ലെങ്കിൽ ജനം വരത്തില്ല, അടുത്ത ആഴ്ച ആ കുടുംബം വരത്തില്ല, ദേഷ്യപ്പെടത്തില്ല. പക്ഷേ തീയുള്ളടുത്ത് ചൂടുണ്ട്. കേട്ടില്ല. തീയുള്ളിടത്ത് ചൂടുണ്ട്, തീയുള്ളിടത്ത് പുകയുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, തീയുള്ളിടത്ത് ചൂടുണ്ട്. അർത്ഥം, കഴിഞ്ഞ 33 വർഷക്കാലം ഞാൻ കണ്ടത് തീ ചുമന്ന എല്ലാ ദൈവദാസന്മാരും അവർ ചൂടന്മാരായിരുന്നു. സ്തോത്രം. ഹാൻഡിൽ വിത്ത് കെയർ. തീയുള്ള എല്ലാ ദൈവദാസന്മാർ വല്ലവന് തേനുണ്ടായിരിക്കും, പക്ഷേ ചിലർക്ക് ചൂടുണ്ടായിരിക്കും. കാരണം അവന് തേനുള്ളത് കൊണ്ടല്ല, അവന് തീയുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. എല്ലാ ബട്ടർഫ്ലൈയും കേൾക്കട്ടെ. സ്തോത്രം. എനിക്ക് തേനല്ല ഉള്ളത്, എനിക്ക് തീയാണുള്ളത്. മാറുന്നില്ല യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. അത് എലീശ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം അത് ഇവണ്ണം പറയുകയാണ്, ഓ നീ 3 പ്രാവശ്യമല്ലേ അടിച്ചുള്ളൂ, നീ 3 പ്രാവശ്യമല്ല അരാമിനെ സിറിയെ തോൽപ്പിക്കേണ്ടത്. നീ എത്ര പ്രാവശ്യം അടിക്കുമായിരുന്നു, അത്രയും പ്രാവശ്യം ഈ ശത്രുവിനെ നീ തോൽപ്പിക്കുമായിരുന്നു. അർത്ഥം, സ്തോത്രം, രഹസ്യത്തിൽ അവൻ എത്ര പ്രാവശ്യമാണോ അമ്പുകൊണ്ട് അടിച്ചത്, രഹസ്യത്തിൽ ആ റൂമിൽ ചെയ്തതാണ് പരസ്യത്തിൽ ജയമായി വെളിപ്പെടുന്നത്. മനസ്സിലായോ? രഹസ്യത്തിൽ അവർ ആ അമ്പ് കൊണ്ട് അടിക്കുന്നതാണ് പരസ്യത്തിൽ സ്തോത്രം 2 രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന ഇന്റർനാഷണൽ ജയമായി തീരുന്നത്. ഇന്റർനാഷണൽ ജയം. ആർക്ക് വേണ്ടിയാ ഞാൻ അത് പറഞ്ഞേ? ഇന്റർനാഷണൽ ജയം. ഇന്റർനാഷണലി നിനക്ക് ജയമുണ്ട്. പക്ഷേ ആ ജയത്തിന്റെ സ്ട്രാറ്റജി നിനക്ക് കിട്ടുന്നത് ചന്തയിൽ നിന്നല്ല, പകരം സ്തോത്രം അതെ ക്രിസ്തുവിൽ നീ മറഞ്ഞിരിക്കുമ്പോഴാണ് ആ സ്ട്രാറ്റജി, ആ പദ്ധതി സ്തോത്രം ദൈവം നിനക്ക് നൽകുന്നത്. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ജയം നമുക്കുള്ളത്. ജയം നമുക്കുള്ളത്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ജയം നമുക്കുള്ളത്. എല്ലാ ശക്തന്മാരെ ദൈവത്തിന്റെ ദാസന്മാരെ പരസ്യ സ്ഥലത്തല്ല ദൈവം ഒരുക്കിയത്, പകരം രഹസ്യ സ്ഥലത്തത്രേ. ഉദാഹരണമായി പൗലോസ് ശ്ലീഹായെ നോക്കിയാട്ടെ. ഗലാത്യലേഖനം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ. വേദപുസ്തകം പറയുന്നു, പൗലോസിനെ ദൈവം ഒരുക്കിയത് പരസ്യമായി ചന്തയിലല്ല, ഏതോ സ്തോത്രം സിനഗോഗിലല്ല, പകരം സ്തോത്രം അറേബ്യൻ മരുഭൂമിയിലാണ്. അറേബ്യൻ മരുഭൂമിയിൽ ബന്ധുക്കളില്ല, മരുഭൂമിയിൽ സ്വന്തക്കാരില്ല, മരുഭൂമിയിൽ നീയും നിന്റെ ദൈവവും മാത്രമേ കാണത്തുള്ളൂ. ജീവിതത്തിൽ ദൈവം നൽകുന്ന മരുഭൂമികൾക്കായി സ്തോത്രം. മരുഭൂമികൾ നാട്ടുകാരും വീട്ടുകാരും ഇല്ലാത്തത് കൊണ്ട് ശുദ്ധ നിശബ്ദതയാണ്. മരുഭൂമിയിൽ ശുദ്ധ നിശബ്ദതയാണ്. ഹേ, നിങ്ങളെ ദൈവം ജീവിതത്തിന് മരുഭൂമിയിലിട്ട് പൂട്ടിയിരിക്കുന്നെങ്കിൽ വെൽക്കം ടു ദ ക്ലബ്.
ഏലിയാവ് വന്നത് മരുഭൂമിയിൽ നിന്ന്, മോശ വന്നത് മരുഭൂമിയിൽ നിന്ന്, കർത്താവ് യേശു വന്നത് മരുഭൂമിയിൽ നിന്ന്, സ്തോത്രം പൗലോസും വന്നത് അറേബ്യ മരുഭൂമിയിൽ നിന്ന്. നിങ്ങൾക്കൊരു മരുഭൂമിയുണ്ടോ? സ്തോത്രം. ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് യുവർ ഫ്യൂച്ചർ. നിന്റെ ഭാവിയെ കുറിച്ച് വളരെ ആകാംക്ഷയോടെ ആവേശത്തോടെ ഞാൻ കാത്തിരിക്കുന്നു. കാരണം എല്ലാ വലിയ ചലനങ്ങളും തുടങ്ങിയത് ശബ്ദ കോലാഹലങ്ങളിൽ നിന്നല്ല, ജീവിതത്തിന്റെ നിശബ്ദതകളിൽ നിന്നാണ്. ജീവിതത്തിന്റെ നിശബ്ദതകളിൽ നിന്നാണ് വലിയ ചലനങ്ങൾ മുഴുവൻ ഉണ്ടായത്. രഹസ്യത്തിൽ ആരും കാണാതെ 3 വർഷക്കാലം സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ ഇതാ സ്തോത്രം മരുഭൂമിയിലാണ്. ആ മരുഭൂമിയിലിട്ട് ദൈവം തന്നെ ഒരുക്കിയെടുത്ത്. അടുത്തിരിക്കുന്നത് നോക്കി പറ, ദൈവം എന്നെ ഒരുക്കട്ടെ, ദൈവം എന്നെ ഒരുക്കട്ടെ. ഈ 2020 ഡിസംബർ മാസത്തിൽ ദൈവം നിങ്ങളെ രഹസ്യത്തിൽ ഒരുക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളെ ഒരുക്കട്ടെ, എല്ലാ ദൈവദാസന്മാരെ ഒരുക്കട്ടെ. നിന്റെ ലെവൽ മാറിയുള്ള ശുശ്രൂഷയ്ക്കായി അടുത്തൊരു തലത്തേക്ക് പോകേണ്ട നേരം കഴിഞ്ഞിരിക്കുന്നു. അല്പം ലേറ്റായി പോയി. കമാൺ കമാൺ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഇൻ ജീസസ് നെയിം. പ്രാർത്ഥിക്കട്ടെ, ആരാധിക്കേണ്ടവർ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. രഹസ്യത്തിൽ നിന്റെ സ്തോത്രം ആയുധങ്ങളെ മൂർച്ച വരുത്തി ദൈവം നിന്നെ ഒരുക്കട്ടെ. ഇതാ മരുഭൂമിയിൽ നിന്ന് താൻ കടന്നു വന്നു. ആർക്കും അവന്റെ മുൻപിൽ, പൗലോസിന്റെ മുൻപിൽ നിൽപ്പാൻ കഴിഞ്ഞില്ല. എന്തൊരു ജ്ഞാനം, എന്തൊരു ഫിലോസഫി, എന്തൊരു വചന. സകലരുടെ മുൻപിൽ, യഹൂദന്മാരുടെ മുൻപിൽ, ഗ്രീക്കിന്റെ മുൻപിൽ, സ്തോത്രം അതെ യവനന്മാരുടെ മുൻപിൽ, യഹൂദന്മാരുടെ മുൻപിൽ യേശു കർത്താവ് തന്നെ മെശിഹ എന്ന്, രക്ഷകനെന്ന്, ദൈവപുത്രനെന്ന് അവൻ തെളിയിക്കുകയുണ്ടായി. സ്തോത്രം. യേശു കർത്താവ് തന്നെ ദൈവപുത്രനെന്ന് വാക്കിലൂടെ അവൻ തെളിയിച്ചു. വേദപുസ്തകം പറയുന്നു, അവൻ തന്നെ ഹാൻഡ് കർച്ചിപ്പ് കൊടുത്തു വിടുമ്പോൾ ആ ഹാൻഡ് കർച്ചിപ്പ് പോകുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങൾ നടന്നു. അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 11-12 വാക്യങ്ങൾ. പൗലോസിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് 5 പോയിന്റ് 7 പോയിന്റ് തള്ളുന്നതല്ല. പകരം 1 തെസ്സലോനിക്ക ലേഖനം 1 അധ്യായം 5 വാക്യം വേദപുസ്തകം പറയുന്നു, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാലയായിരുന്നു പൗലോസിന്റെ ശുശ്രൂഷ. എത്ര ആമേൻ പറയോ? ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാലയായിരുന്നു പൗലോസിന്റെ ശുശ്രൂഷ. അറ്റ്മോസ്ഫിയർ മുഴുവൻ ഇലക്ട്രിഫൈഡ് ആയിരുന്നു. 2 കൊരിന്ത്യർ 12 പറയുന്നു, ഓ അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവന്റെ മുൻപിൽ വെളിപ്പെട്ടു വന്നു. പൗലോസ് സ്തോത്രം വായ തുറന്ന് പ്രസംഗിക്കുമ്പോൾ രാജാക്കന്മാർ വിറയ്ക്കുന്നു. പൗലോസ് സ്തോത്രം ഹാൻഡ് കർച്ചിപ്പ് കൊടുത്തു വിടുമ്പോൾ അത്ഭുത അടയാളങ്ങൾ നടക്കുന്നു. ഈവനിംഗ് വാക്കിന് അവൻ തെരുവിലൂടെ നടന്നാൽ ഭൂതങ്ങൾ അലറി വിളിക്കുന്നു. ഓ അണലിയവന്റെ സ്തോത്രം അതെ അണലിയവന്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയാൽ അണലിയുടെ അവസാനം നിമിഷമായി തീരുന്നു, അണലി ചാരമായി തീരുന്നു. ഓ ഇവൻ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് അവനെ ജയിലിൽ പൂട്ടിയിട്ടാൽ ലേഖന പരമ്പരകൾ പുറത്തു വരുന്നു. യേശു കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ വെപ്പൻ, യേശു കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ അപ്പോസ്തലൻ, യേശു കർത്താവ് കഴിഞ്ഞാൽ ഓ ദ സെക്കൻഡ് ഹീറോ ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ്. ഓ പുതിയ നിയമത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഹീറോ ആയി പൗലോസിനെ ദൈവം ഒരുക്കിയത് പരസ്യ സ്ഥലത്ത് അല്ലേ അല്ല. കമോൺ, ഈ തലമുറയിൽ പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ, ഉണർവിന്റെ പിതാക്കന്മാരെ പോലെ, ഉണർവിന്റെ മാതാക്കളെ പോലെ ചിലതിനെ ദൈവം സ്തോത്രം ഒരുക്കട്ടെ, ഒരുക്കട്ടെ, ഒരുക്കട്ടെ. സ്വിച്ച് ഓഫ് യുവർ ഫോൺ, ത്രോ അവേ യുവർ ന്യൂസ് പേപ്പർ, ഹല്ലേലൂയ, ടിവി എന്ന് ഓടി മറയ്. യേശു എന്റെ മറവിടം, മഹത്വത്തിൽ മറഞ്ഞിരിക്ക്, മഹത്വത്തിൽ മറഞ്ഞിരിക്ക്. അപ്പോസ്തല പ്രവൃത്തി 6 അധ്യായം 3 വാക്യം. അതാണ് അപ്പോസ്തലിക ശുശ്രൂഷ. അപ്പോസ്തലന്മാർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഊറ്റിരിക്കുക. അല്പനേരം മനുഷ്യന്റെ മുൻപിൽ നിൽക്കാം, അധിക നേരം ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാം. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അല്പനേരം മനുഷ്യന്റെ മുൻപിൽ, ആവശ്യമുള്ളപ്പോൾ മാത്രം മനുഷ്യന്റെ മുൻപിൽ നിൽക്കാം, അധികം നേരം ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം അതെ മറഞ്ഞിരിക്കാം. ദൈവത്തിന് നിന്നെ ആവശ്യം ഉണ്ട്. 1, നീ മറഞ്ഞിരിക്കുന്ന നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. 2, നാട്ടുകാരുടെ കുറ്റമല്ല നീ കാണുന്നത്, സ്വയം കുറ്റങ്ങളെ കുറവുകളെ കണ്ടുപിടിച്ച് നീ ഇംപ്രൂവ് ചെയ്തിട്ടിരിക്കും. നമ്പർ 3, സ്തോത്രം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരുവൻ സാധാ വിശ്വാസി, സാധാ പാസ്റ്റർ, സാധാ പ്രാസംഗികനായിട്ടല്ല പുറത്തു വരുന്നത്. ശത്രുവിന്റെ ആയുധപ്പുരകളെ തകർത്തെറിയുന്നതായ കൊടുങ്കാറ്റ് പോലെ, ശത്രുവിന്റെ ആയുധപ്പുരകളെ തകർത്തെറിയുന്ന കൊടുങ്കാറ്റ് പോലെ, ഓ ശത്രുവിന്റെ ആയുധപ്പുരകളെ തകർത്തെറിയുന്ന കൊടുങ്കാറ്റ് പോലെ അവൻ രഹസ്യങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരും. 2 കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. മറവിടമായി എനിക്ക് യേശു ഉണ്ട്. സ്തോത്രം. 4-മതായി ആ സ്തോത്രം അതെ രഹസ്യ സങ്കേതം അഥവാ ക്രിസ്തുവിലുള്ളതായ മറവിടം. അത്യുന്നതന്റെ മറവിൽ ഒരു ദൈവവേദൻ മറഞ്ഞിരിക്കുമ്പോൾ 4-മതായി സ്തോത്രം അത് വെളിപ്പാടിന്റെ ചേംബറാണ്.
അതൊരു വെളിപ്പാടിൻ്റെ ചേമ്പറാണ്. എത്ര പേർ വെളിപ്പാടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ പണിയുന്ന ഡോളറും ദിനാറും ദിർഹാമും രൂപയുമല്ല, നിങ്ങളെ പണിയുന്നത് വെളിപ്പാടത്രേ. സഭയെ പണിയുന്നത് വെളിപ്പാടാണ്. സ്തോത്രം. സഭയെ പണിയുന്നത്, നിങ്ങൾ മിണ്ടുന്നില്ല, സഭയെ പണിയുന്നത് ലക്ഷങ്ങളും കോടികളുമല്ല. ദൈവസഭയെ പണിയുന്നത് വെളിപ്പാടുകളാണ്. ഈ ഡിസംബർ മാസത്തിലെ കേരളത്തിൽ വിവിധ സ്തോത്രം സഭകളും സംഘടനകളും ഇലക്ഷന്റെ ചരട് വലി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്, എന്നാണ് ഞാൻ കേട്ടത്. ഈ ഹാളിലിരിക്കുന്നവരെ ശ്രദ്ധയ്ക്കായിട്ടല്ല, എന്നാൽ ഇലക്ഷന് വേണ്ടി സ്തോത്രം അതേ കസേരകളെ അടിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്ന സകല മുതലാളിമാർ കേൾക്കട്ടെ. ദൈവത്തിന്റെ സഭയെ ദൈവം പണിയുന്നത് ഡോളർ കൊണ്ടല്ല, കസേര കൊണ്ടല്ല, പകരം ഒരു സാമ്രാജ്യത്തിന്, ഒരു നിയമത്തിന്, ഒരു ശക്തിക്ക്, ഒരു വ്യക്തിക്ക് തകർക്കാൻ കഴിയാത്ത വെളിപ്പാട് കൊണ്ടാണ് സ്തോത്രം സഭ പണിയപ്പെടുന്നത്. ഹല്ലേലൂയ. ചൈനയിൽ ദൈവസഭ വളരുന്നു. സ്തോത്രം. അതെ, ചൈനയിൽ അത് വിവിധ പെർസിക്യൂഷൻ കൺട്രികളിൽ എവിടെയൊക്കെയാണോ പീഡകൾ കടന്നു വരുന്നത്, അവിടെ എല്ലായിടത്തും സ്തോത്രം സഭകൾ വളരുന്നു. നിങ്ങൾക്കൊരിക്കലും പീഡയെ വിട്ട് ഓടിപ്പോകുവാൻ കഴിയത്തില്ല. ചിലർ പറയും സ്തോത്രം കുപ്പായം ഇട്ടത് പീഡ തൊടാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളക്കുപ്പായം മുട്ടുവരെ ഇട്ട് പീഡ തൊടാതിരിക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുപ്പായത്തിന് നീളം കൂടി, പീഡ തൊടാതിരിക്കാൻ വെള്ളക്കുപ്പായമായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ വെള്ളക്കുപ്പായം ലൈറ്റ് പിങ്ക് നിറമായി. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ പിങ്ക് കുപ്പായം ചുവന്ന കുപ്പായമായി. കയ്യിലൊരു വടിയും കിട്ടി. കാലം കഴിയുന്നതിനനുസരിച്ച് വടി ഇങ്ങനെ നീണ്ടുകൊണ്ടിരുന്നു. പെർസിക്യൂഷൻ തുടല്, പെർസിക്യൂഷൻ തുടല്. പീഡ തൊടാതിരിപ്പാൻ അതേ വടി പിടിച്ചിരിക്കുന്നു, കൊട്ട പിടിച്ചിരിക്കുന്നു, കുപ്പായം ഇട്ടിരിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളെ നോക്കി വാൺ ചെയ്യട്ടെ. സ്തോത്രം. അതേ പെർസിക്യൂഷൻ, ക്രൂശ്, പീഡയെ വിട്ട് നമുക്കൊരിക്കലും ഓടുവാൻ കഴിയത്തില്ല. ക്രൂശിലേക്ക് ഓടിച്ചെന്ന്, പീഡയിലേക്ക് ഓടിച്ചെന്ന് ആ പീഡയെ ജയിച്ച ചരിത്രമാണ് സഭാ ചരിത്രം. ഹല്ലേലൂയ. പീഡയെ ജയിച്ച ചരിത്രമാണ് സഭാ ചരിത്രം. പീഡ ഇന്ന് വരട്ടെ, നാളെ വരട്ടെ. പീഡ വന്ന സുരേഷ് ബാബുവിനെ കൊന്നുകളഞ്ഞാൽ ഈ രാജ്യത്ത് നിന്ന് 10,000 സുരേഷ് ബാബുമാരെ ഈ സീസണെ എഴുന്നേൽപ്പിച്ച് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ രാജ്യത്തെ ഉണർവിന്റെ പ്ലാറ്റ്ഫോം ആക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നാളെ ആരെങ്കിലും എന്നെ വെട്ടിക്കൊണ്ടെന്ന് പറഞ്ഞാൽ, നാളെ ആരെങ്കിലും എന്നെ സ്തോത്രം അതേ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയെണ്ണം കരയല്ല, നിങ്ങൾ ഒറ്റയെണ്ണം കരയല്ല. നിങ്ങൾ സ്തോത്രം ജയത്തിന്റെ പാട്ട് പാടണം. നിങ്ങൾ പാടേണ്ട പാട്ട് സമയമാം രഥത്തിൽ മാത്രമല്ല, നിങ്ങൾ പാടേണ്ട പാട്ട് ബ്രദർ സുരേഷ് ബാബുവിന്റെ സ്തോത്രം അടക്കത്തിന് നിങ്ങൾ പാടേണ്ടത് ജയിക്കുമേ സുവിശേഷൻ ലോകം, ജയിക്കുമേ പേയുടെ ശക്തികൾ നശിക്കുമേ, സകല രോഗരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തലകുനിക്കുമേ, അത് ബഹു സന്തോഷമേ. ഞാൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങണം. എത്ര യുവാക്കൾ കേട്ടു, നിങ്ങൾ ഡോക്ടറാണോ, നിങ്ങൾ എഞ്ചിനീയർ ആണോ, ഐ വോണ്ട് കെയർ. പക്ഷേ ഞാൻ എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങണം. ഈ ബുക്ക് തീരാറായി. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്തതാണ്. സ്തോത്രം. ഈ ബുക്ക് തീരാറായി. എൻ്റെ സകല മെസ്സേജസും നിങ്ങൾ സ്തോത്രം കോപ്പി അടിക്കണം. എല്ലാ പ്രീച്ചേഴ്സും കേൾക്കണം. എൻ്റെ സകല ദൂതുകളും നിങ്ങൾ കോപ്പി അടിക്കണം. യെരൂശലേം വചനത്താൽ നിറച്ചിരിക്കുന്നത് പോലെ ഇന്ത്യ മുഴുവൻ വചനത്താൽ നിറയ്ക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഉണർവിന്റെ തലമുറയാണ്. വെളിപ്പാടിന്റെ ചേംബറുകളിൽ ഓടി കയറിയാട്ടെ. വെളിയിൽ നിൽക്കരുത്. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിൽക്കുന്നവരെ, പോർണോഗ്രാഫി ചേംബറിലായിരിക്കുന്നവരെ, പാപത്തിന്റെ അറകളിലായിരിക്കുന്നവരെ, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ചുറ്റിക്കളിയായിരിക്കുന്നവരെ കേരള വെളിപ്പാടിന്റെ ചേംബറിലേക്ക് ഓടി കയറണ. ജനകോടികൾ വിടിവിക്കപ്പെടേണ്ട നേരം വന്നിരിക്കുന്നു. യേശുദാസൻ എന്ന് പേരുള്ളതായ നല്ലൊരു ബിഷപ്പ് CSI സഭയ്ക്കുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പട്ടണത്തിലെ പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ ഒരു മീറ്റിംഗിന് വേണ്ടി കടന്നു പോകുമ്പോൾ അത് ഇപ്രകാരമാണ് ഒരു സെന്റൻസ് പറഞ്ഞത്. വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നും ഞാൻ കൃത്യമായി ഓർക്കുന്നു. യേശുദാസൻ മോസ്റ്റ് റെവറൻഡ് യേശുദാസൻ തിരുമേനി അവർ പറഞ്ഞത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നതായ നാമം യേശുവിന്റെ നാമമായിരിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പറയുന്നതായ നാമം സ്തോത്രം യേശുവിന്റെ നാമമായിരിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ക്രിക്കറ്റ് സ്കോർ അല്ല, കാർഷിക സമരമല്ല, സോളാർ അല്ല, സ്വർണമല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുഡ് മോർണിംഗ് തുടങ്ങി ഗുഡ് നൈറ്റ് വരെ ജനകോടികൾ ഏറ്റവും കൂടുതൽ പറയുന്ന നാമം സകല നാമത്തിന് മേലായ യേശുവിന്റെ നാമമായിരിക്കുക. പക്ഷെ അതിനൊരു വിലയുണ്ട്. സ്തോത്രം. അതേ വെളിപ്പാടിന്റെ ചേംബറിൽ നീ മറഞ്ഞിരിക്കുമ്പോൾ, ഒരു പുസ്തകത്തിൽ കാണാത്തത്, ഒരു പ്രാസംഗികൻ പറയാത്തത്, ആരും എഴുതാത്തത്, ആരും ചിന്തിക്കാത്തത് ജ്ഞാനത്തിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ നൽകി തരാ.
ഈ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെ നോക്കി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, എൻ്റെ മുമ്പിൽ BSc നേഴ്സിംഗ് എന്ന് പറഞ്ഞ ഒറ്റ എണ്ണം വരല്ല. എൻ്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്ന ഗുപ്തം നിക്ഷേപങ്ങളെ കണ്ടുപിടിച്ചിട്ട് കടന്നു വാ. ഗുപ്തം നിക്ഷേപങ്ങളെ കണ്ടുപിടിച്ചിട്ട് കടന്നു വാ. ഫിസിക്സിന്റെ രഹസ്യം, കെമിസ്ട്രിയുടെ രഹസ്യം, IT-യുടെ രഹസ്യം. കമാൺ, എത്ര ആരോടാ ഞാൻ പറയുന്നത്? കാരണം എൻ്റെ ദൈവം ജ്ഞാനത്തിന്റെ ദൈവമാണ്. മറഞ്ഞിരിക്കുന്നത് പുറത്തു വരട്ടെ, മറഞ്ഞിരിക്കുന്നത് പുറത്തു വരട്ടെ. ഒരു ഇൻവെൻഷൻ മൈൻഡ്, ഒരു കണ്ടുപിടുത്തത്തിന്റെ മനസ്സ് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ ഇവരിലേക്ക് ഞാൻ ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മറഞ്ഞിരിക്കുന്ന ഗുപ്ത നീതികൾ ഇവർക്ക് വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്റ്റേഡിയം നിറയ്ക്കുന്നവരും സ്തോത്രം, ഗ്രൗണ്ടിൽ നിന്ന് തുള്ളുന്നവരും മാത്രമല്ല മനുഷ്യരെ വർക്കിനായി സ്തോത്രം. പകരം ഏത് മേഖലയിലാണോ നീ ആയിരിക്കുന്നത് അവിടെ ദൈവകൃപയാൽ മറ്റാർക്കും ചിന്തിപ്പാൻ കഴിയാത്തത് ദൈവകൃപയാൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ പറയട്ടെ. സ്തോത്രം. ആ മനുഷ്യന്റെ പേരാണ് ഡോക്ടർ ചെയിം വൈസ്മാൻ. ചെയിം വൈസ്മാൻ കേട്ടിട്ടുണ്ടോ? ചെയിം വൈസ്മാൻ എന്ന് പേരുള്ളതായ വ്യക്തി, അദ്ദേഹം സ്തോത്രം ഒരു കെമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം സ്തോത്രം അത് വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് വേൾഡ് വാർ ആകുമ്പോൾ ഒരു യുവാവ് മാഞ്ചസ്റ്റർ പട്ടണത്തിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു. ചെയിം വൈസ്മാന്. മാഞ്ചസ്റ്റർ ഇംഗ്ലണ്ടിന്റെ പ്രധാനപ്പെട്ട പല പട്ടണങ്ങളൊന്നാണ് മാഞ്ചസ്റ്റർ. ആ കണ്ടതായ യുവാവ് സ്തോത്രം ഇംഗ്ലണ്ടിന്റെ ആർമിയിലെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്, വിൻസ്റ്റൺ ചർച്ചിൽ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സ്തോത്രം സമയത്ത് അദ്ദേഹം ഒരു ഉന്നതനായ മിലിറ്ററി ഓഫീസർ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിൽ വന്നിട്ട് ചെയിം വൈസ്മാനോട് ഈ പ്രകാരം പറഞ്ഞു, നിങ്ങൾ വലിയ ബുദ്ധിജീവിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ സൈന്യം അതിർത്തിയിൽ ഇതാ വളരെ വല്ലാതെ ഭാരപ്പെടുന്നു. നമ്മുടെ സൈന്യം പരാജയപ്പെടുന്നുള്ള ഭീതിയിലായിരിക്കുന്നു. ബ്രിട്ടൻ തോറ്റാൽ പിന്നെ ഭൂമിയിലെ പകുതി ജനത്തിന് നിലനിൽപ്പാൻ കഴിയത്തില്ല. ബ്രിട്ടൻ വേൾഡ് വാർ തോറ്റാൽ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റാൽ സ്തോത്രം അതേ ലോകത്തിൽ പകുതി ജനത്തിന് നിലനിൽപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അസിറ്റോൺ എന്ന മെറ്റീരിയൽ നിങ്ങൾ സ്തോത്രം നിർമ്മിക്കണം. അദ്ദേഹം പറഞ്ഞു ചില സെന്റിമീറ്റർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടിയത് 30 ടണ്ണാണ് എനിക്ക് വേണ്ടിയത്. സ്തോത്രം. വൈസ്മാൻ പറഞ്ഞത് ഞാൻ ചില സെന്റിമീറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചില ഗ്രാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത് എനിക്ക് വേണ്ടിയത് 30 ടണ്ണാണ്. വൈസ്മാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ഒരു യഹൂദനാണ്. രാത്രിയും പകലും വർക്ക് ചെയ്യാൻ തുടങ്ങി. രാത്രിയും പകലും വർക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാ കുട്ടികൾക്ക് രാത്രിയും പകലും വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇന്ന് പ്രഭാതത്തിൽ 4 മണിക്കാണ് ഞാൻ ഉറങ്ങിയത്. 3 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. രാത്രിയും പകലും വർക്ക് ചെയ്യുന്നവർക്കായി സ്തോത്രം. അലസത അറബിക്കടലിൽ താണു പോകട്ടെ. ഉത്സാഹം ദൈവസഭയിൽ കയറി വരട്ടെ. അലസത അറബിക്കടലിൽ വീഴട്ടെ. ഉഴപ്പന്മാർക്ക് ഉണർവിന്റെ തീയെ ഒരിക്കലും ചുമപ്പാൻ കഴിയത്തില്ല. എഴുതിയിട്ട് കാണാതെ പിടിക്ക്. ഉഴപ്പന്മാർക്ക് ഉണർവിന്റെ തീയെ ഒരിക്കലും ചുമപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഉഴപ്പുന്നവർ ഉണ്ണാതിരിക്കട്ടെ. അധ്വാനിക്കുന്നവർ മാത്രം ഭക്ഷണം കൊടുത്താൽ മതി. ആ വെബ്സൈറ്റ് കാണുന്ന സകല അമ്മമാരും ഇപ്പോൾ ഉറങ്ങിയിരിക്കുന്ന കുട്ടികളെ നോക്കി കണ്ണുരുട്ടുന്നത് എനിക്കറിയാം. യെസ്, ഡു ഇറ്റ്. ഉഴപ്പന്മാർക്ക് ഭക്ഷണം കൊടുക്കല്. അധ്വാനിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു. അധ്വാനിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു. വൈസ്മാൻ വർക്ക് ചെയ്തു. രാവിലെയും രാത്രിയും താൻ വർക്ക് ചെയ്തു. പകലും സ്തോത്രം അതെ രാത്രിയിലും വർക്ക് ചെയ്തു. 24 മണിക്കൂറും എണ്ണയിട്ട ഒരു മനുഷ്യൻ പോലെ സ്തോത്രം വൈസ്മാൻ വർക്ക് ചെയ്ത് അസിറ്റോൺ ഉണ്ടാക്കി. സ്തോത്രം. തോൽവിയുടെ വക്കിൽ നിന്ന് ഇതാ ബ്രിട്ടീഷ് സൈന്യം സ്തോത്രം ജയത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വന്നത് അസിറ്റോൺ സ്തോത്രം അതെ കണ്ടുപിടിക്കപ്പെട്ടത് കൊണ്ട് അല്ല, അസിറ്റോൺ നൽകപ്പെട്ടത് കൊണ്ടാണ്. വൈസ്മാൻ ആണ് അത് നൽകിയത്. അന്നത്തെ ബ്രിട്ടീഷ് പാർലമെന്റും ബ്രിട്ടൻ പ്രധാനമന്ത്രിയും പ്രിയപ്പെട്ടവരും ചോദിച്ചു, ആ മനുഷ്യൻ എന്ത് ചോദിച്ചാലും കൊടുത്തേരെ. വൈസ്മാൻ എന്ത് ചോദിച്ചാലും കൊടുത്തേരെ. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിന് നമ്മുടെ അഡ്രസ് സൂക്ഷിച്ചത് ആ മനുഷ്യനാണ്. നമ്മുടെ ആർട്ടിലറി വർക്ക് ചെയ്തത് സ്തോത്രം ആ മനുഷ്യൻ കാരണമാണ്. നമ്മുടെ തോക്കുകൾ വെടിയുണ്ട ഉതിർത്തത് ആ മനുഷ്യൻ നൽകിയ അസിറ്റോൺ കാരണമാണ്. എന്ത് ചോദിച്ചാലും കൊടുത്തേരെ. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. എനിക്ക് വേണ്ടിയെല്ലാം അല്ല ഞാൻ ചോദിക്കുന്നത്. ലക്ഷോപലക്ഷം സംസാരിപ്പാൻ കഴിയാത്ത, നിങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിപ്പാൻ കഴിയാത്ത യഹൂദന്മാർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് എത്യോപ്യ അല്ല, ഞാൻ ചോദിക്കുന്നത് ഉഗാണ്ടയല്ല, ഞാൻ ചോദിക്കുന്നത് പാലസ്റ്റൈൻ അത്രേ. അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് ദൈവം വാഗ്ദത്തം നൽകിയ ആ പലസ്തീൻ എൻ്റെ രാജ്യന്താ, എൻ്റെ രാജ്യന്താ, എൻ്റെ രാജ്യന്താ. 1917 ജൂബിലി വർഷത്തിൽ സ്തോത്രം യോവേൽ സംവത്സരം 1917 ജൂബിലി സംവത്സരത്തിൽ ഒരു ഡിക്ലറേഷൻ സ്തോത്രം ബ്രിട്ടീഷുകാർ ഉൾപ്പെടുന്നതായ യൂറോപ്യൻ രാജ്യങ്ങൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ പേരാണ്
ബാഡ്ഫോർഡ് ഡിക്ലറേഷൻ. എന്തുകൊണ്ടാണത്? സ്തോത്രം, ബാഡ്ഫോർഡ് ഡിക്ലറേഷൻ ഉണ്ടായത് യഹൂദന്മാർക്ക് സ്വന്തം ദേശത്തേക്ക് പോകാം. 2000 വർഷമായി അവർ ചിതറിക്കിടക്കുക. യഹൂദന്മാർക്ക് സ്വന്തം ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞത് ആരോ തള്ളിയത് കൊണ്ടല്ല, ആരോ ബോയ്ക്കോട്ട് ചെയ്തത് കൊണ്ടല്ല, ആരോ പാർലമെന്റിൽ വഴക്കുണ്ടാക്കിയിട്ടത് കൊണ്ടല്ല, ആരോ സ്പീക്കറുടെ കസേര എറിഞ്ഞു കളിച്ചത് കൊണ്ടല്ല. Shame on you, shame on you, shame on you. പകരം രാത്രിയും പകലും അധ്വാനിച്ച് ഒരു മനുഷ്യൻ സ്തോത്രം അതേ സ്വന്തം ദേശത്തിന് വേണ്ടി അധ്വാനിച്ചത് കൊണ്ട് സ്തോത്രം അവർക്ക് സ്വന്തം ദേശം ലഭിക്കുകയുണ്ടായി. അതൊരു വെളിപ്പാടായിരുന്നു. അതൊരു വെളിപ്പാടായിരുന്നു. ഹേ, എൻ്റെ ശാസ്ത്രജ്ഞന്മാർ എന്തിയേ? ക്രൈസ്റ്റ് സെന്ററിന്റെ ശാസ്ത്രജ്ഞന്മാർ എന്തിയേ? ക്രൈസ്റ്റ് സെന്ററിന്റെ നോബൽ പ്രൈസ് വിന്നേഴ്സ് എന്തിയേ? ക്രൈസ്റ്റ് സെന്ററിന്റെ പത്മശ്രീയും പത്മഭൂഷണും വാങ്ങുന്നവർ എന്ത്? ഓ കമാൻ, യേശുവിന്റെ നാമത്തിൽ രഹസ്യങ്ങളുള്ള ഗുപ്ത നിക്ഷേപങ്ങൾ നിന്നിലേക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവം അവൻ സർവജ്ഞാനിയാണ്. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിച്ചേ. യേശുവിന്റെ നാമത്തിൽ മറഞ്ഞിരിക്കുമ്പോൾ സ്തോത്രം, അതേ മറഞ്ഞിരിക്കുമ്പോൾ ദൈവം നിനക്ക് നൽകുന്നത് ഏതോ കാഴ്ചപ്പാടും ഏതോ പ്രവചനം മാത്രമല്ല. ഒരു PhD കാരനും കിട്ടാത്ത, ഒരു ASRയിലും കണ്ടുപിടിക്കാത്ത, ഒരു ടൈറ്റാനിക്കിന് വെളിപ്പെട്ടിട്ടില്ലാത്ത, ഒരു ശാസ്ത്ര കേന്ദ്രത്തിലും ഒരു ഗൂഗിളിലും ഒരു ഫേസ്ബുക്കിലും ഒരു IT പ്രൊഫഷണലിലും ഒരു സിലിക്കോൺ വാലിയിലും വെളിപ്പെട്ടിട്ടില്ലാത്തത്. നോട്ട് ബൈ മൈൻഡ്, നോട്ട് ബൈ പവർ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ തലമുറ നിറയപ്പെടുമാറാകട്ടെ. എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് അപ്പനും അമ്മയും സ്വന്തം മക്കളെ പിടിച്ചു വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വെളിപ്പാടിന്റെ ചേംബറാകണം കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾ വെളിപ്പാടിന്റെ ചേംബറാകണം. അതേ സ്തോത്രം, എഡിസന്റെ ദൈവം, ഹല്ലേലൂയ, ഐൻസ്റ്റീൻ്റെ ദൈവം, വൈസ്മാന്റെ ദൈവം സ്തോത്രം ഈ കുഞ്ഞിൻ്റെയും ദൈവമാകട്ടെ. വൈസ്മാന്റെ ദൈവം ഈ കുഞ്ഞിൻ്റെയും ദൈവം ആകട്ടെ. സ്തോത്രം. വൈസ്മാൻ വാട്ട് ഹാപ്പൻ? അദ്ദേഹം എന്താ ചെയ്തത്? ഫൈനലി പറഞ്ഞു നിർത്തട്ടെ. ഇസ്രായേലിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ആയി തീർന്നു ഈ മനുഷ്യൻ. ഇസ്രായേലിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് സ്തോത്രം. അതെ, ബെൻഗൂറിയൻ പ്രധാനമന്ത്രിയായി വൈസ്മാൻ പ്രസിഡന്റ് ആയി തീർന്നു. അവർ കളിച്ച് നടന്നവരല്ല, രാഷ്ട്രീയം കളിച്ചവരല്ല. ചോര നീരാക്കി കണ്ണുനീരും രക്തവും ഒഴുക്കി സ്തോത്രം രാജ്യത്തിന് വേണ്ടി അവർ പണിയെടുത്തവരാണ്. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങൾ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു? കമാൺ. ഭാരതത്തെ ഊറ്റുന്നവരല്ല. നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു? അന്യഭാഷ പറയുന്ന, കൈയടിച്ച് പാട്ട് പാടുന്ന ചിലർ പാർലമെന്റിൽ കയറി ചെന്ന് പറയട്ടെ, ഇത് എൻ്റെ ദൈവമാണ് വെളിപ്പെടുത്തിയത്. ദാനിയേലിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. ഫറവോന്റെ മുൻപിൽ മോശ നിന്നതുപോലെ, ഹല്ലേലൂയ, ഫറവോന്റെ മുൻപിൽ യോസെഫ് നിന്നതുപോലെ ഏത് ശക്തിയുടെ മുൻപിലും ഏത് ഉന്നതന്റെ മുൻപിലും തല ഉയർത്തി രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് പറവാൻ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് പറവാൻ ദൈവത്തിന്റെ ജ്ഞാനത്താൽ കർത്താവ് നിന്നെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, നിറയ്ക്കും കർത്താവേ, നിറയ്ക്കും കർത്താവേ. വായു തുറന്ന് പറ, നിറയ്ക്കും കർത്താവേ. മറവിടമായി നിനക്ക് യേശുവുണ്ട്. വിദ്യാർത്ഥിയെ, സഹോദരനെ, കുഞ്ഞേ, സ്തോത്രം, സ്കൂളിൽ പഠിക്കുന്നവരെ, മറവിടമായി നിനക്ക് യേശുവുണ്ട്. ഇരുട്ടിലെ ഗുപ്ത നിക്ഷേപങ്ങളെ വെളിപ്പെടുത്തി തരുന്നവൻ. ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ഈ ജ്വലിച്ച് പ്രകാശിക്കുന്ന സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭ ഇതാ ശൗലിന്റെ മേൽ കടന്നു വന്നു, പൗലൂസിന്റെ മേൽ കടന്നു വന്ന 3 ദിവസം അവനെ കണ്ണു തുറക്കുവാൻ കഴിക്കുന്നില്ല. അവൻ ഇരുട്ടത്തിരുന്നു, കണ്ണടച്ചിരുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. കഴിക്കാതിരിക്കാം, കുടിക്കാതിരിക്കാം, പക്ഷെ പ്രാർത്ഥനയ്ക്ക് കണ്ണടയ്ക്കാൻ മാത്രം പറ്റത്തില്ല. ഓ ഹല്ലേലൂയ, സ്തോത്രം. കഴിക്കാതിരിക്കാം, കുടിക്കാതിരിക്കാം, പക്ഷെ കണ്ണടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ സ്തോത്രം, അതേ ശൗല് 3 ദിവസം കണ്ണടച്ചിരുന്നു. ആ 3 ദിവസം കണ്ണടച്ചിരുന്നവന്, കണ്ണടച്ചാൽ ഇരുട്ടാണല്ലോ, കണ്ണടച്ചാൽ ഇരുട്ടായതുകൊണ്ട് ആ ഇരുട്ടിലെ നിക്ഷേപം ഇരുട്ടത്ത് ദൈവം പൗലൂസിന് പകർന്നു കൊടുത്തു. അങ്ങനെയാണ് താൻ വെളിപ്പാടിൻ്റെ അപ്പോസ്തലനായി തീർന്നത്. ഇരുട്ടത്താണോ ഇരുട്ടത്താണോ ഇരിക്കുന്നത്? ഇരുട്ടിലാണോ പാർപ്പ്? ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇതാ ഏതാണ്ട് തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. സ്വർഗം തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. സ്വർഗം തുറക്കുന്ന ശബ്ദം കേൾക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ജീവിതത്തിൻ്റെ അർദ്ധരാത്രികളിൽ ഇരുട്ടിലേക്ക് ഉറ്റുനോക്കി ഇനി ജീവിതമുണ്ടോ? ജീവിതത്തിൻ്റെ അർദ്ധരാത്രികളിൽ കുറ്റാക്കൂരിട്ടിലേക്ക് ഉറ്റുനോക്കി ഇനി ജീവിതമുണ്ടോ? ഇനി ഭാവിയുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിൻ്റെ വോയിസും സ്പെഷ്യൽ വോയിസ് ആയിരിക്കും. നീയും എഴുന്നേറ്റ് നിന്ന് പറയും, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്.
1 കൊരിന്ത്യർ 11:23 ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. അതേ മറവിടമായി നിനക്ക് യേശുണ്ട്. അടുത്തിരിക്കുന്നവർ നോക്കി പറ, യേശുവാണ് എൻ്റെ മറവിട. യേശുവാണ് നിന്റെ മറവിടം. അത് പ്രാർത്ഥനയുടെ ഇടമാണ്, അത് സ്വയം തിരുത്തലിൻ്റെ ഇടമാണ്, അത് സ്തോത്രം, അത് നിന്നെ മൂർച്ച വരുത്തുന്ന ഇടമാണ്, അത് വെളിപ്പാടിൻ്റെ ഇടമാണ്. തീർന്നില്ല. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് പ്രൊട്ടക്ഷൻ. അത്യുന്നതന്റെ മറവെന്ന് പറയുന്നത് അത് സ്തോത്രം പ്രൊട്ടക്ഷൻ ആണ്. അത് സംരക്ഷണയുടെ സ്ഥലമാണ്, സംരക്ഷണയുടെ സ്ഥലം. ഇത് കേൾക്കാനാണ് നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നത്. സ്തോത്രം. ഇതായിരിക്കും ബ്രദർ പറയാൻ വേണ്ടി പോകുന്നത്. ഓഫ് കോഴ്സ് ഇവിടെ വാക്യം വായിക്കുമ്പോൾ തന്നെ പ്രസംഗം അത് കൺക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ മുൻപിലുള്ളത്. ഇറ്റ്സ് നോട്ട് ഈസി ക്രൈസ്റ്റ് സെൻട്രൽ വന്ന് സ്തോത്രം നിങ്ങളുടെ മുൻപിൽ വന്ന് അത് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം എനിക്ക് കിട്ടാത്തത് ഒത്തിരി പേർക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. അതങ്ങനെ തന്നെ വീണ്ടും തുടരുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി അസൂയില്ലാതെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എൻ്റെ മക്കൾ എന്നെക്കാളും ശക്തിയുള്ളവരാകുന്നതിൽ സ്തോത്രം എനിക്ക് സന്തോഷമേ ഉള്ളൂ. മനസ്സിലാക്കും. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് പ്രൊട്ടക്ഷൻ. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ അവനെ യഹോവയെ കുറിച്ച് സ്തോത്രം നീ എൻ്റെ സങ്കേതവും ബലവും എന്ന് പറയുന്നു. ഒരു ദോഷവും തട്ടാതവണ്ണം ദൈവം അവനെ പരിപാലിക്കുന്നു. കാരണം അവനിരിക്കുന്നത് TV-യുടെ മുൻപിലല്ല, അവനിരിക്കുന്നത് ചന്തസ്ഥലത്തല്ല, അവനിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ദൈവത്തിൽ മറഞ്ഞിരുന്നാട്ടെ ഒരു വൈറസും നിന്നെ തൊടത്തില്ല. ദൈവത്തിൽ മറഞ്ഞിരുന്നാട്ടെ ഒരു ബാക്ടീരിയയും നിന്നെ സ്പർശിക്കുകയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഹല്ലേലൂയ. ആ ജാതകത്തിൽ എഴുതിയത് നിന്നെ ബാധിക്കത്തില്ല. ആ ജാതകത്തിൽ എഴുതിയത് നിന്നെ ബാധിക്കത്തില്ല. ഇന്ന് പലരും പരീക്ഷയ്ക്ക് ഇറങ്ങുന്നത് സമയം നോക്കിയാണ്. കാരണം വഴിയിൽ മറ്റവൻ കിടക്കുകയാണ്, വഴിയിൽ മറ്റേ രാഹു കേതുവിനെ വിഴുങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. മക്കളെ ഇപ്പോൾ പോണ്ട് 5 മിനിറ്റ് കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. വഴിയിൽ മറ്റേ പാമ്പ് ഇറങ്ങി കിടക്കുകയാണ്. നന്മയെ വിഴുങ്ങുന്ന പാമ്പ് സ്തോത്രം വഴിയിൽ ഇറങ്ങി കിടക്കുകയാണ്. പക്ഷെ ഞാൻ നിങ്ങൾ നോക്കി വെല്ലുവിളിച്ച് പറയട്ടെ, ആ പാമ്പിൻ്റെ തലയെ തകർത്തവൻ നിനക്ക് മുൻപായി പുറപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. ആ പാമ്പിന്റെ തലയെ തകർത്ത യഹൂദ ഗോത്രത്തിലെ സിംഹം നിനക്ക് മുൻപായി പുറപ്പെട്ടു കഴിഞ്ഞു. അത് ചൊവ്വാഴ്ചയാകട്ടെ, അത് വെള്ളിയാഴ്ചയാകട്ടെ, അത് പൗർണമാസിയാകട്ടെ, അമാവാസിയാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ആ ലൂസിഫറിന്റെ ലവ് ലെറ്റർ, നീ അതിന് പറയുന്ന പേര് ജാതകമെന്നാണ്. ആ ലൂസിഫറിന്റെ ലവ് ലെറ്റർ അത് കാൽവരി ക്രൂശിൽ എന്നേക്കുമായി ക്യാൻസൽ ചെയ്തു പോയി. അത് ക്യാൻസൽ ചെയ്തു പോയി. ആ ദോഷം നിന്നെ തൊടുകയില്ല. കാര്യം നീ വസിക്കുന്നത് തുറന്ന സ്ഥലത്തല്ല, അത്യുന്നതന്റെ മറവിലാണ് നീ വസിക്കുന്നത്. He's the God of protection. സഖറിയാ പ്രവചനം 2-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, നിങ്ങളെ തൊടുന്നവർ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് തൊടുന്നത്. കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട ദൂതുകൾ ഒന്നാണ് ദൈവം സംരക്ഷണയുടെ ദൈവം. കൊറോണ നിന്നെ തൊടുകയില്ല, അത് നിന്നെ കൊല്ലുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ നോക്കി ഇന്ന് പകൽക്കാലം ആരോഗ്യം ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ ജനത്തെ നോക്കി ആരോഗ്യം ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ ജനത്തെ നോക്കി ഞാൻ സ്തോത്രം അതേ സംരക്ഷണ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ കുടയ്ക്ക് കീഴിൽ ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് മറച്ച് സംരക്ഷിച്ചാടെ. ഹല്ലേലൂയ. ഇന്റർനെറ്റിൽ പ്രസിദ്ധമായി 2005 മുതൽ വ്യാപിച്ചു കിടക്കുന്നതായ ഒരു സ്റ്റോറിയുണ്ട്. സ്തോത്രം. അത് ഞാൻ പറയുന്ന സ്റ്റോറി മാത്രമല്ല, BBC, സാക്ഷാൽ BBC, ഫോക്സ് ന്യൂസ്, അമേരിക്കൻ ഫോക്സ് ന്യൂസ്, NBC തുടങ്ങിയവർ റിപ്പോർട്ട് ചെയ്തതായ ഒരു സ്തോത്രം ന്യൂസ് ആണ്. എത്യോപ്യയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സ്തോത്രം. എത്യോപ്യയിൽ ഒരു പെൺകുട്ടി ഉണ്ട്. 12 വയസ്സ് അവൾക്ക് പ്രായമാണ്. സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്നതായ സമയത്ത് 7 പുരുഷന്മാർ അവരെ തട്ടിക്കൊണ്ടുപോയി. 12 വയസ്സ് പ്രായമുള്ളതായ ആ കുഞ്ഞിനെ 7 പുരുഷന്മാർ തട്ടിക്കൊണ്ടുപോയി. അവിടെ ഉദ്ദേശം ഇതായിരുന്നു, സ്തോത്രം, അതേ അവളെ വിവാഹം ചെയ്യണം. അതാണ് അവിടുത്തെ സിസ്റ്റം. സ്തോത്രം. അതേ അങ്ങനെ തട്ടിക്കൊണ്ടുപോയി. പക്ഷെ അവർ നിലവിളിച്ചു, ആരും കേൾപ്പാനില്ല. കൊടുങ്കാടാണ്, നിർജ്ജന പ്രദേശമാണ്. പക്ഷേ ആ സ്റ്റോറിയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആ സംഭവത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നിലവിളി കേട്ടിട്ട് 3 സിംഹങ്ങൾ ഇതാ ഇറങ്ങി വരികയാണ്. കാട്ടിൽ നിന്ന് 3 സിംഹങ്ങൾ ഇറങ്ങി വരികയാണ്. ആ സിംഹങ്ങൾ വന്നപ്പോൾ ആ 7 പുരുഷന്മാർ അവളെ തട്ടിയെടുത്തവർ ഓടി. ഇന്ന് പകലും ഞാൻ പറയട്ടെ, തിരുവനന്തപുരത്തിന്റെ തെരുവിൽ നായല്ല നടക്കുന്നത്, സിംഹം നടന്നുകൊണ്ടിരിക്കുന്നു. സിംഹം നടന്നുകൊണ്ടിരിക്കുന്നു. 7 പുരുഷന്മാർ ഓടി. ആരാ ദിവസത്തിലധികം ആവർത്തിക്കട്ടെ, ആരാ ദിവസത്തിലധികം പോലീസുകാർ വരുന്നത് വരെ ആ 3 സിംഹങ്ങൾ ആ പെൺകുട്ടിയെ സംരക്ഷിച്ച് കാവലായി ഇവിടെ നിന്നു. എപ്പോഴാണ് പോലീസ് വന്നത്, അപ്പോൾ സ്തോത്രമാ സിംഹങ്ങൾ കാട്ടിലേക്ക് നിശബ്ദരായി മടങ്ങി. എന്നാൽ സിംഹങ്ങൾ അറിയാവുന്നവർ പറയുന്നു, ഇത് നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ. യെസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത് നാച്ചുറൽ അല്ല, ഇത് സൂപ്പർ നാച്ചുറൽ.
ഹല്ലേലൂയ. വിശ്വാസ ജീവിതം നാച്ചുറൽ അല്ല. അങ്ങേതല മറ്റവരെ പോലെ ഇങ്ങേതല കൊച്ചപ്പനെ പോലെ ജീവിക്കുന്ന നാച്ചുറൽ അല്ല ആത്മീയ ജീവിതം. വെൽക്കം ടു ദ ക്ലബ് ഓഫ് സൂപ്പർ നാച്ചുറൽ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, സൂപ്പർ നാച്ചുറലിലേക്ക് സ്വാഗതം. പറഞ്ഞാട്ടെ, പെന്തിക്കോസിലേക്കല്ല, സൂപ്പർ നാച്ചുറലിലേക്ക് സ്വാഗതം. കാരണം എൻ്റെ ദൈവം നാച്ചുറൽ അല്ല, എൻ്റെ ദൈവം സൂപ്പർ നാച്ചുറൽ ആണ്. ബൈബിൾ നാച്ചുറൽ അല്ല, ബൈബിൾ സൂപ്പർ നാച്ചുറൽ ആണ്. ബൈബിൾ രണ്ട് ചെവിയുടെ ഇടയ്ക്കുള്ളതായ തലച്ചോറ് കൊണ്ടല്ല അനലൈസ് ചെയ്യേണ്ടത്. അവിടെ നിന്ന് 1.5 അടി താഴെയുള്ള 2 അടി താഴെയുള്ള ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ്കൊണ്ട് ഏറ്റുപറ. പണ്ട് അത്ഭുതം ചെയ്ത് പെൻഷൻ പറ്റാത്തവനായ ദൈവം ഇന്നും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്നും ദൈവം സംരക്ഷണയുടെ ദൈവമാണ്. ഹല്ലേലൂയ. മക്കളെ നോക്കി പറ, മക്കളെ ഇന്നും ദൈവം അത്ഭുതം ചെയ്യും. മക്കളെ ഇന്നും ദൈവം സൗഖ്യമാക്കും. ദൈവം ഇന്നും രോഗശാന്തിയുടെ ദൈവമാണ്. ഹല്ലേലൂയ. പണ്ടുണ്ടായിരുന്നു എന്നല്ല പറയേണ്ടത്, ഇന്നും ഉണ്ട്. ക്യാൻസറിനേക്കാൾ ദൈവം വലിയവനാണ്. RCCയിലെ ഡോക്ടർമാർ സ്തോത്രം ഞെട്ടുവാൻ പോകുന്നു. ഈ പട്ടണത്തിന്റെ അതേ സ്പെഷ്യലിസ്റ്റുമാർ മൂക്കത്ത് വിരൽ വെക്കാൻ വേണ്ടി പോകുന്നു. പകരം നീ ദൈവത്തെ സ്തുതിപ്പാൻ വേണ്ടി പോകുന്നു. കാരണം നിന്റെ ദൈവം പറഞ്ഞു, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായി യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അടുത്ത തലമുറയെ നോക്കി പറയണം, രോഗശാന്തി ഇല്ലെന്നല്ല, ഇന്നും രോഗശാന്തിയുണ്ട്, ഇന്നും വിടുതലുണ്ട്, ഇന്നും ഭൂതം വിട്ടുപോകും, ഇന്നും രോഗം സൗഖ്യമാകും. ഭൂതം വിട്ടു പോകുന്നതല്ല അത്ഭുതം, പോകാത്തതാണ് അത്ഭുതം. ഹല്ലേലൂയ. ഞാൻ ആവർത്തിക്കട്ടെ, ഭൂതം വിട്ടു പോകുന്നതല്ല അത്ഭുതം, പോകാത്തതാണ് അത്ഭുതം. ഇത്രയും ശബ്ദം ഇട്ടിട്ട് ഭൂതം പോകുന്നില്ലെങ്കിൽ അതൊരു അത്ഭുതമാണ്. ഭൂതം പോകുന്നത് അത്ഭുതമേ അല്ല. കാരണം വിശ്വസിക്കുന്നവരാൽ പാസ്റ്ററാലല്ല, പ്രീച്ചറാലല്ല, നോ, വിശ്വസിക്കുന്നവരാൽ ഈ പട്ടണത്തിൽ ഈ അടയാളം നടക്കും. അവർ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുക. ദൈവം സംരക്ഷണയുടെ ദൈവം. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ വീട്ടിന് സംരക്ഷണയുണ്ട്, നിങ്ങളുടെ ഭാവിയിൽ സംരക്ഷണയുണ്ട്, നിങ്ങളുടെ വാഹനത്തിന് സംരക്ഷണയുണ്ട്. കർത്താവ് സംരക്ഷണയുടെ ദൈവം. സങ്കീർത്തനം 27:4, സങ്കീർത്തനം 32:7, സങ്കീർത്തനം 61:4 ആവർത്തിച്ച് സങ്കീർത്തനക്കാരൻ മറവിടങ്ങളെ കുറിച്ച് പറയുന്ന സ്തോത്രം. അതേ സംരക്ഷണയുടെ ചേംബറിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു. 27:4, ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും, അടുത്ത വാക്യം, അതിൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും, എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ, അത് ഞാൻ കർത്താവിൽ മറഞ്ഞിരിക്കട്ടെ. 27 സ്തോത്രം 32:7 വായിക്കുമ്പോൾ വീണ്ടും സ്തോത്രം സംരക്ഷണയെ കുറിച്ച് വേദപുസ്തകം പറയുകയാണ്. സങ്കീർത്തനം 32:7, നീ എനിക്ക് മറവിടമാകുന്നു. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ആര്? നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കുക. നീ ദൈവമേ, നീ എനിക്ക് മറവിടമാകുന്നു. കർത്താവേ യേശുവേ, നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കുക. 61-ാം സങ്കീർത്തനം 4-ാം വാക്യം എക്സാക്ട്ലി സിമിലർ ആയി തന്നെ പറയുന്ന സ്തോത്രം. ദൈവം സംരക്ഷിക്കുന്നവനാണ്, ദൈവം സംരക്ഷിക്കുന്നവനാണ്. ഒരു നല്ല വാക്യം പറഞ്ഞു തരട്ടെ. ഭയങ്കരന്മാരുടെ ചീറ്റൽ ഓഫീസിൽ നിനക്ക് നേരെ കടന്നു വരുമ്പോൾ, ഭയങ്കരന്മാരുടെ ചീറ്റൽ അയൽവാസികളിൽ നിനക്ക് നേരെ കടന്നു വരുമ്പോൾ, ഭയങ്കരന്മാരുടെ ചീറ്റൽ വിശ്വാസത്തിനകത്ത് നിന്നും പുറത്തു നിന്നും കടന്നു വരുമ്പോൾ, യെശയ്യാ 25:4 എല്ലാവരും കാണാതെ പഠിക്കുക. സ്തോത്രം. യെശയ്യാ 25:4 എല്ലാവരും കാണാതെ പഠിക്കുക. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്ന. ഒരിക്കൽ കൂടെ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, ദൈവം എളിയവന് ഒരു ദുർഗവും ദരിദ്രൻ അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിലൊരു ശരണവും ആയിരിക്കുന്നു, ഒരു തണലും ആയിരിക്കുന്നു. ശബ്ദം ഉയർത്തി എല്ലാവരും വായിച്ചാട്ടെ. കമോൺ. ഹല്ലേലൂയ. യെശയ്യാ 25:4 ഭയങ്കരന്മാരുടെ ചീറ്റൽ, ഭയങ്കരന്മാരുടെ ചീറ്റൽ. മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, ദൈവം എളിയവന് ഒരു ദുർഗവും ദരിദ്രൻ അവന്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിലൊരു തണലുമായിരിക്കുന്നു. Is the God protection. നിനക്ക് നേരെ കൊടുങ്കാറ്റ് പോലെ ശബ്ദങ്ങൾ, ചിൽക്കാര ശബ്ദങ്ങൾ കടന്നു വരുമ്പോൾ, കള്ള പ്രവചനങ്ങൾ എന്ന രൂപത്തിൽ വാക്കുകൾ നിനക്ക് നേരെ കടന്നു വരുമ്പോൾ, കള്ള ദർശനങ്ങൾ എന്ന് പറഞ്ഞ് ഭൂതങ്ങൾ, ദുർഭൂതങ്ങൾ നിനക്ക് നേരെ വിഷം തുപ്പുമ്പോൾ, നീ പൂട്ടിപ്പോകുമെന്ന് പറയുമ്പോൾ, നീ തകർക്കപ്പെടുമെന്ന് പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, ആ വിഷവിത്തുകളെ മുഴുവൻ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണ്.
കൈയടിക്കുന്ന നേരെ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. എന്ത് വിതയ്ക്കോ അത് തലമുറകളിൽ കൊയ്യും, മറന്നു പോകല്. ഭയങ്കരന്മാരുടെ ചീറ്റൻ മതിൽ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും, ദരിദ്രന് അവന്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണമായിരിക്കും. ഇസ് ദ ഗാഡ് ഓഫ് പ്രൊട്ടക്ഷൻ. ദൈവം സംരക്ഷണയുടെ ദൈവം. ഓടിക്കായിരിക്കോ ഭയങ്കരന്മാരുടെ സ്തോത്രം ചീറ്റൽ ജീവിതത്തിന് നേരെ കടന്നു വരുന്നു. ശത്രു നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അന്ധകാര ശക്തികൾ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞു. ഓടിക്കായിരിക്കോ മറുവിടമായി എനിക്ക് യേശുവുണ്ട്. പറഞ്ഞാട്ടെ, മറുവിടമായി. കേട്ടില്ല? മറുവിടമായി എനിക്ക് യേശുവുണ്ട്. ഹല്ലേലൂയ. അവസാനമായി സ്തോത്രം. അതെ, ആ ചേംബറിൽ നീ കയറിയിരിക്കുമ്പോൾ, ക്രിസ്തുവിൽ നീ മറഞ്ഞിരിക്കുമ്പോൾ, അതിൻ്റെ മറവിൽ നീ ആയിരിക്കുമ്പോൾ, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഇൻറ്റിമസി. സ്തോത്രം. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഇൻറ്റിമസി. ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഔന്നിത്യം, സ്നേഹത്തിൻ്റെ ഹിമാലയം. ഐ എം സോറി, സ്നേഹത്തിൻ്റെ എവറസ്റ്റ്. സ്നേഹത്തിൻ്റെ എവറസ്റ്റ് നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് സ്തോത്രം അതെ നിൻ്റെ ഫ്രണ്ട്സിനോടല്ല, നിൻ്റെ ഭർത്താവിനോട് ഭാര്യയോട് അല്ല. സ്നേഹത്തിൻ്റെ ഔന്നിത്യം നിന്നിൽ നിന്ന് പുറത്തു വരേണ്ടത് ദൈവത്തോടാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ സ്തോത്രം ശക്തിയോടെ ദൈവത്തെ സ്നേഹിച്ചോട്ടെ. ഏറ്റവും വലിയ കൽപ്പന അതാണ് കർത്താവേ, ദൈവത്തെ സ്നേഹിക്ക്. നിന്റെ സ്നേഹത്തിൻ്റെ ലോകത്ത് എവറസ്റ്റിൽ നിൽക്കുന്നവൻ ദൈവം തന്നെയായിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിച്ചോട്ടെ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഇൻറ്റിമസി. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്ന, കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അനേക ദൈവദാസന്മാർ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനകളും മറ്റ് സ്പെഷ്യൽ മീറ്റിങ്ങിനും കടന്നു വന്നിട്ട് ഈ ചർച്ചിനെ കുറിച്ച് പറഞ്ഞതായ സാക്ഷ്യം ഇതാണ്. ദേ ആർ ദ പീപ്പിൾ ഓഫ് ഇൻറ്റിമസി. ദൈവത്തിൻ്റെ ഇൻറ്റിമസിയിൽ ജീവിക്കുന്ന ജനമാണ്. അർത്ഥം ഓൾറെഡി സ്തോത്രം കർത്താവിൻ്റെ മറവിടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ഞാൻ പുറത്തിറങ്ങത്തില്ല. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഞാൻ പുറത്തിറങ്ങത്തില്ല. ഹല്ലേലൂയ. ഞാൻ പുറത്തിറങ്ങത്തില്ല, ഞാൻ പുറത്തിറങ്ങത്തില്ല, ഞാൻ പുറത്തിറങ്ങത്തില്ല. സ്തോത്രം. അതെ ഹല്ലേലൂയ. സുന്ദര, ഓ സുന്ദരനെ, മനോഹരനെ, അതേ സ്തോത്രം എൻ്റെ വീണ്ടെടുപ്പുകാരനെ, മണ്ണ് പ്രതി മാണിക്കത്തെ സ്തോത്രം ഞാൻ തള്ളിക്കളയത്തില്ല. ഈ ലോകത്തിൻ്റെ മണ്ണിന് വേണ്ടി, ഈ ലോകത്തിൻ്റെ മണ്ണിന് വേണ്ടി വിണ്ണിൻ്റെ നന്മയെ ഞാൻ ഒരിക്കലും കളയത്തില്ല. കാരണം ഞാൻ കണ്ടെത്താവുന്നതിൽ ഏറ്റവും നല്ലവനെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങയിൽ നിന്ന് അപ്പമല്ല വേണ്ടിയത്, അങ്ങയിൽ നിന്ന് അത്ഭുതമല്ല വേണ്ടിയത്. എനിക്ക് വേണ്ടിയത് വല്ലപ്പോഴും സംസാരിച്ചു വിടുന്ന അന്യഭാഷയല്ല എനിക്ക് വേണ്ടിയത്. എനിക്ക് വേണ്ടിയത് കരിസ്മയല്ല വേണ്ടിയത്. എനിക്ക് വല്ലപ്പോഴും ഇറങ്ങുന്ന മഹത്വമല്ല വേണ്ടിയത്. ഞാൻ പറയുന്നത് ഇൻറ്റിമസി. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഇൻറ്റിമസി. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഇൻറ്റിമസി. യോഹന്നാൻ പറയും, എനിക്ക് അപ്പമല്ല വേണ്ടിയത്, എനിക്ക് അത്ഭുതമല്ല വേണ്ടിയത്, എനിക്ക് അന്യഭാഷയല്ല വേണ്ടിയത്, എനിക്കിതിൻ്റെ എല്ലാം ഉടമസ്ഥനെയാണ് വേണ്ടിയത്. എനിക്കിതിൻ്റെ എല്ലാം ഉടമസ്ഥനെയാണ് വേണ്ടിയത്. എനിക്കിതിൻ്റെ എല്ലാം ഉടമസ്ഥനെയാണ് വേണ്ടിയത്. ഐ എം കമ്മിങ് ഫോർവേഡ്. ഞാനിതാ മുന്നിലേക്ക് വരുന്നു, ഞാനിതാ മുന്നിലേക്ക് വരുന്നു, ഞാനിതാ മുന്നിലേക്ക് വരുന്നു, ഞാനിതാ മുന്നേറുകയാണ്. എന്നെ തടുക്കുന്നതായ ലോക സ്നേഹത്തെ ഞാൻ തള്ളി മാറ്റി, എന്നെ തടുക്കുന്നതായ വ്യക്തികളെയും ശക്തികളെയും തള്ളി മാറ്റി. ഐ എം കമ്മിങ് ടു യു ലോർഡ്. ഞാനിതാ അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. പണമല്ല, പദവിയല്ല, പ്ലാറ്റ്ഫോം അല്ല, ഓപ്പർച്യൂണിറ്റി അല്ല എനിക്ക് വേണ്ടിയത്. ഓ എനിക്ക് വേണ്ടിയത് സ്തോത്രം അങ്ങയാണ്. ആടിയനിതാ, 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 സ്തോത്രം ആടിയനിതാ ദേവാ. യെസ്, ഞാനിതാ കടന്നു വരികയാണ്, ഞാനിതാ കടന്നിരിക്കും. യോഹന്നാൻ വരികയാണ്. ആയിരക്കണക്കിന് ജനം സ്തോത്രം അവൻ്റെ ചുറ്റുമുള്ളപ്പോൾ യോഹന്നാൻ വന്ന് പലപ്പോഴും, ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു, പലപ്പോഴും, ഒരിക്കൽ മാത്രമല്ല, സെഹ്യോൻ മാളിമുറിയിൽ അപ്പം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ മാത്രമല്ല അവൻ യേശുവിൻ്റെ മാർവോട് ചേർന്നിരുന്നത്. സ്തോത്രം പലപ്പോഴും that was his place. അതായിരുന്നു അവൻ്റെ സ്ഥലം. യോഹന്നാൻ 13:23. John was always at the bosom of Jesus. Always സ്തോത്രം. ഓൾവേസ്, എപ്പോഴും യോഹന്നായിരുന്നത് അപ്പത്തിന്റെ ചാക്കൽ ചാരിയല്ല, അത്ഭുതത്തിന്റെ കെട്ടു നോക്കിയല്ല. സ്തോത്രം. അവന് വേണ്ടിയത് പ്രോസ്പെരിറ്റി അല്ല, അവന് വേണ്ടിയത് കൃപാവരമല്ല, അവന് വേണ്ടിയത് പേരല്ല, അവന് വേണ്ടി പ്രശസ്തിയല്ല. അയ്യോ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? അവന് വേണ്ടിയത് സ്തോത്രം ഇതിന്റെ എല്ലാം ഉടമസ്ഥനെയാണ്. അന്മാരോട് ചേർന്നിരിക്കുകയാണ്. അന്മാരോട് ചേർന്നിരിക്കുമ്പോൾ മാർബോട് ചേരുന്നപ്പോൾ പുരുഷാരത്തിന് കേൾപ്പാൻ കഴിയാത്ത, ബാക്കി 70 പേർക്ക് കേൾപ്പാൻ കഴിയാത്ത, മാളിക മുറിയിലേക്ക് ഒരുങ്ങുന്ന 120 പേർക്ക് കേൾപ്പാൻ കഴിയാത്ത ഹൃദയ സ്പന്ദനം
ദൈവപുത്രൻ്റെ ഹൃദയസ്പന്ദനം ആർക്കൊക്കെ വേണമെന്നുള്ളവർ മാത്രമേ എഴുന്നേറ്റാൽ മതി. സ്തോത്രം. അതെ, ദൈവപുത്രൻ്റെ ഹൃദയസ്പന്ദനം, ദൈവപുത്രൻ്റെ ഹൃദയസ്പന്ദനം, ദൈവപുത്രൻ്റെ ഹൃദയസ്പന്ദനം, ദൈവപുത്രൻ്റെ ഹൃദയസ്പന്ദനം യോഹന്നാൻ യേശു കർത്താവിൽ നിന്നും കേട്ടോ. ഈ തലമുറയിൽ എത്ര പേർ പറയുന്നു, അതേ കർത്താവേ, എനിക്ക് വേണ്ടിയത് ഒരു കോമൺ വാചകമടിയല്ല എനിക്ക് വേണ്ടിയത്, എനിക്ക് വേണ്ടിയത് കോമൺ വചനമല്ല എനിക്ക് വേണ്ടിയത്. കമോൺ കമോൺ കമോൺ, എനിക്ക് വേണ്ടിയത് കോമൺ അല്ല എനിക്ക് വേണ്ടിയത്. കാരണം എൻ്റെ കർത്താവ് കോമൺ അല്ല. കോമണായി ഒറ്റയെണ്ണം നിൽക്കരുത്. ഞാൻ അൺകോമൺ ആണ്. ഞാൻ അൺകോമൺ ആകാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ ദൈവം കോമൺ അല്ല. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, ഞാനല്ലാതെ ഒരു രക്ഷകൻ ഇല്ല, ഞാനല്ലാതെ ഒരു ദൈവമില്ല, ഞാനല്ലാതെ ഒരു രക്ഷകനല്ല എന്ന് അങ്ങ് പറഞ്ഞു എങ്കിൽ അങ്ങ് അൺകോമൺ ആണ്. ഐ ആം കമ്മിങ് ടു യു. ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് അടുക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് അടുക്കുകയാണ്. മറവിടമായി എനിക്ക് യേശുവുണ്ട്. ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് ഇതാ അടുക്കുകയാണ്. ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് ഇതാ അടുത്തു വരികയാണ്. സ്തോത്രം. മാർവോട് ചേർന്നിരുന്ന യോഹന്നാൻ യേശുവിൻ്റെ ഹൃദയസ്പന്ദനം കേട്ടു. മക്കളെ, അങ്കിൾ ഇങ്ങനെ പറയട്ടെ, സ്തോത്രം. അതെ, വെളിപ്പാടെന്ന് പറയുന്നുണ്ടല്ലോ. വെളിപ്പാടെന്ന് പറയുന്നത് പുറത്ത് കിടക്കുന്ന ഒരു സാധനമല്ല. വെളിപ്പാടെന്ന് പറയുന്ന അകത്തിരിക്കുന്ന ഒരു സാധനം. വെളിപ്പാട് പുറത്തിരിക്കുന്നതല്ല. വെളിപ്പാട് കർത്താവിൻ്റെ ഹൃദയത്തിലുള്ളതാണ് വെളിപ്പാട്. കർത്താവിൻ്റെ പറ എവിടെ ഇരിക്കുന്നു? കർത്താവിൻ്റെ ഹൃദയത്തിലിരിക്കുന്നു. രക്തസ്രവക്കാരിക്ക് വേണ്ടിയത് സ്തോത്രം സൗഖ്യമാണ് വേണ്ടിയത്. അവർക്ക് വെളിപ്പാടല്ല വേണ്ടിയത്. സൗഖ്യം വേണോ? വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ മതി. ഹല്ലേലൂയ. പക്ഷേ യോഹന്നാൻ, സ്തോത്രം, യോഹന്നാൻ യേശുവിൻ്റെ മാർബോട് അവൻ ചേർന്നിരുന്നത് കൊണ്ട് അവൻ സാധാരണ വ്യക്തിയായി തീർന്നില്ല. അവൻ വെളിപ്പാടുകാരനായി യോഹന്നാനായി. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, അടുത്ത് നിൽക്കുന്നവരെ നോക്കി പറ. ആ വീട്ടിലിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അടുത്ത് നിൽക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, ഏതാണ്ട് എന്നിലേക്ക് പകരുന്നുണ്ട്. Yes, I'm receiving something. ഡിസംബർ മാസം 13-ാം തീയതി ഞാൻ ചിലത് പ്രാപിക്കുന്നുണ്ട്. ഡിസംബർ മാസം 13-ാം തീയതി എന്നിലേക്ക് ചിലത് എൻ്റെ കർത്താവ് പകരുന്നുണ്ട്. പക്ഷെ ആ വെളിപ്പാടിന് ദൈവം യോഹന്നാന് പകർന്നത് ജനക്കൂട്ടത്തിന്റെ നടുവിൽ, ആരുമില്ലാത്ത പത്മോസിൽ, ഒഴിഞ്ഞ പത്മോസിൽ, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല. 93-ാമത്തെ വയസ്സിലാണ് യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുന്നത്. അറ്റ് ദ ഏജ് ഓഫ് 93, 93-ാം വയസ്സിൽ. വയസ്സായി, ഇനി എന്തേലും പ്രയോജനമുണ്ടോ? ഇത്രേ വയസ്സായി, ഇനി പ്രയോജനമുണ്ടോ? ഞാൻ വിളിച്ചു പറയട്ടെ, ഏറ്റവും നല്ല മഹത്വത്തിന്റെ കാലങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. മഹത്വത്തിന്റെ കാലങ്ങൾ ഇനിയുണ്ട്. നിന്റെ അസ്ഥികൾ അവൻ ബലപ്പെടുത്താൻ പോകുന്നു. നിന്റെ മനസ്സിൽ അവൻ ബലപ്പെടുത്തുവാൻ പോകുന്നു. നിന്റെ ബുദ്ധി അവൻ മെമ്മറി ലോസ് തൊടാതെ, ഓർമ്മശക്തി നിന്നെ സ്പർശിക്കാതെ ദൈവം നിന്നെ ബലപ്പെടുത്താൻ പോകുന്നു. അറ്റ് ദ ഏജ് ഓഫ് 93, 93-ാമത്തെ വയസ്സിൽ യോഹന്നാൻ ആരോരുമില്ലാത്ത പത്മോസിൽ ആയിരിക്കുകയാണ്. ജനത്തെ തള്ളിമാറ്റി, മറ്റു ശിഷ്യന്മാരെ തള്ളിമാറ്റി തന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ അവനവിടെ എത്തിയത് എങ്ങനെയെന്നറിയോ? ഡൊമീഷ്യൻ ചക്രവർത്തി അവനെ സ്തോത്രം തിളച്ച എണ്ണയിൽ മുക്കി. ചരിത്രം അങ്ങനെയാ പറയുന്നത്. തിളച്ച എണ്ണയിൽ ചക്രവർത്തി ഈ യോഹന്നാനെ മുക്കിയപ്പോ എണ്ണ തണുത്തുപോയി. കർത്താവിനിക്ക് മറവിടമെന്ന് പറഞ്ഞ് അവനിൽ മറഞ്ഞിരിക്കുന്ന നിന്നെ പിടിച്ച് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാൽ അവിടെ തിളച്ചു കിടക്കുന്ന സകലത യേശുവിൻ്റെ നാമത്തിൽ തണുത്തു പോകട്ടെ. നിന്നെ തകർത്ത് കളയും, ഉരുക്കി കളയുമെന്ന് പറയുന്ന സകലത അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തണുത്തു പോകട്ടെ. സാഹചര്യങ്ങൾ മാറട്ടെ. കരങ്ങളെ അടിച്ച് ഓഫീസിന്റെ സാഹചര്യങ്ങൾ മാറട്ടെ, വീടിന്റെ സാഹചര്യങ്ങൾ മാറട്ടെ, നിയമങ്ങൾ മാറട്ടെ. കൈയടിക്കുന്നവങ്ങൾ നേരെ കരങ്ങളടിക്ക്. നിയമങ്ങൾ മാറട്ടെ, ഗൂഢാലോചനകൾ പൊളിയട്ടെ. പാർട്ടി ഓഫീസുകളല്ല നിന്റെ ഭാവി നിർണയിക്കുന്നത്. സ്വർഗത്തിലെ ദൈവമാണ് നിന്റെ ഭാവിയെ നിർണയിക്കുന്നത്. യെസ്, മൊർദെഖായിയുടെ ദൈവം, എസ്തേറിന്റെ ദൈവം നിനക്കായി ജീവിക്കുന്നു.
വായി തുറന്ന് എല്ലാ കുട്ടികളും എല്ലാ കുഞ്ഞുങ്ങളും യെസ് നിർബന്ധമായി കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ മക്കളെ. യെസ്, വണ്ടർഫുൾ. എക്സാക്ട്ലി. യെസ്, തുടരട്ടെ. യേശു നിന്റെ മറവിടം തുടരട്ടെ. യെസ്, നദി ഒഴുകുന്നു. കൈയടിക്കേണ്ടവർ കൈയടിക്കണം. കൈ കെട്ടിയല്ല, കൈകൊട്ടി ദൈവത്തെ സ്തുതിക്ക്. കൈ കെട്ടി ആ കെട്ട് അഴിയട്ടെ. കൈ കൊട്ടി അതനം തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തിന്റെ നദി എങ്ങാണ്ട് നിന്നെ കൊണ്ടുപോകുക. ദൈവത്തിന്റെ നദി എങ്ങാണ്ട് നിന്നെ കൊണ്ടുപോയ മക്കളെ, ദൈവത്തിന്റെ നദി എങ്ങാണ്ട് നിന്നെ കൊണ്ടുപോകാം. നീ ഇതുവരെ എത്തിയിട്ടില്ലാത്ത തലത്തേക്ക്, ഇതുവരെ എത്തിയിട്ടില്ലാത്ത സ്ഥലത്തേക്ക്, ഇതുവരെ എത്തിയിട്ടില്ലാത്ത കയറിയിട്ടില്ലാത്ത മണ്ഡലത്തിലേക്ക്, പ്രാർത്ഥനയുടെ മണ്ഡലത്തിലേക്ക്, ആരാധനയുടെ മണ്ഡലത്തിലേക്ക്. വായി തുറന്ന് Oh, uncommon ministry, uncommon anointing, uncommon life, uncommon profession, uncommon. നിന്റെ സ്ഥാപനത്തിൽ വേറെ ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് നിന്നിലൂടെ ദൈവം ചെയ്യുന്നു. ഞാനല്ല അധ്വാനിക്കുന്നത്. എന്നിലുള്ള ദൈവകൃപ. വിളിച്ചു പറ. എന്നിലുള്ള ദൈവകൃപ. Receive in Jesus name. Hallelujah. മറ്റാർക്കും കഴിയാത്തത് വെളിപ്പാടിൽ ചെയ്യുവാൻ. യെസ്. അങ്ങ് ഞങ്ങളുടെ മറവിടമാണ്. യേശു എന്റെ മറവിടമാണ്. സംഭവിക്കട്ടെ. 2020-2021 സംഭവിക്കട്ടെ. ഒരു വർഷം പോലും ഞങ്ങൾക്ക് നഷ്ടം അല്ല. ഒരു വർഷം പോലും ഞങ്ങൾക്ക് സൈലൻസ് അല്ല. ഞങ്ങൾക്ക് ലോക്ക്ഡൗൺ ഇല്ല. കരങ്ങൾ അടിച്ചാർപ്പെട്ടെ. എല്ലാവരും ചേർന്ന് ശക്തിയോടെ സംഭവിക്കട്ടെ.